സ്നേഹധനങ്ങൾ പ്രിയമുള്ളവരെ, ആസാദിയുടെ ഡിസ്കഷൻ പ്രോഗ്രാമാണ്. നേരത്തെ തന്നെ നമ്മൾ റോയി മാത്യു പാസ്റ്ററുമായിട്ട് ഒന്നിച്ച് ഇസ്രയേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ഒക്കെ സമകാലിക വിഷയങ്ങളോടനുബന്ധിച്ച് ചർച്ചകൾ ചെയ്തിരുന്നു. ഇന്നും അങ്ങനെ ഒരു സെഷനാണ് നമ്മളൊന്നിച്ച് വാച്ച് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും റോയി പാസ്റ്ററും കുറേ സമയങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, അതായത് പൂരീം എന്ന് പറയുന്ന ആ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് ചെയ്യാൻ കാരണം, റോയി പാസ്റ്ററുടെ ചാനലിൽ ഒരു വീഡിയോ കൊണ്ടുവന്നിരുന്നു. പൂരീം ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്താണ്? പൂരീം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഈ മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ 2ഉം 3ഉം തീയതികൾ ഇസ്രായേലിൻ്റെ പൂരീം ഫെസ്റ്റിവലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ്സൊക്കെ ചെയ്തു. അത് ആ 2 ദിവസങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു പിരിഞ്ഞു. ഇന്നലെ വൈകിട്ട് ഞങ്ങളൊരു റെക്കോർഡിംഗ് പ്ലാൻ ചെയ്തു, അതായത് ഈ പൂരീം ഫെസ്റ്റിവലിനെ കുറിച്ച്. അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധവാർത്തകൾ വരുന്നത്. ഇന്ന് രാവിലെ ആയപ്പോൾ ഒരു വലിയ വാർത്ത, ഖൊമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത. ശരിക്കും അത് കണ്ടിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്ത. ഇറാനിലെ ഭരണകൂടം അതിനെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പൂരീം ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് തോന്നി ആസാദിയുടെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കണം. പ്രത്യേകിച്ചും ഈ ഖൊമേനി കൊല്ലപ്പെട്ട സമയം മാർച്ച് മാസം 1-ാം തീയതി, പൂരീം ഫെസ്റ്റിവലിൻ്റെ തൊട്ട് തലേ ദിവസം. ഇത് ഇസ്രായേലിൻ്റെ ചരിത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ പൂരീമിൻ്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന സംഭവങ്ങളുടെ ഒരു വ്യത്യസ്തമാകുന്ന ചിത്രം, നമ്മളീ കാണുന്ന പൊളിറ്റിക്കൽ പിക്ചറല്ല, സ്പിരിച്വൽ പിക്ചർ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ പ്രിയപ്പെട്ട റോയി മാത്യു പാസ്റ്ററുമായിട്ട് ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. വളരെ സ്നേഹത്തോടുകൂടെ, ആദരവോടുകൂടെ റോയി പാസ്റ്ററെ വെൽക്കം ചെയ്യുന്നു. പാസ്റ്റർ വെൽക്കം. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. നമ്മളൊന്നിച്ചുള്ള സെഷൻസ് കുറേ നാളുകളായി അല്ലേ പാസ്റ്ററെ? കുറച്ച് നാളുകൾക്ക് ശേഷം പാസ്റ്ററെ. നമ്മൾ ഓരോ തിരക്കുകൾ, ഓരോ പ്രോഗ്രാമൊക്കെ ആയിട്ട് പോയി. പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു അല്ലേ, ഈ പൂരീം ഫെസ്റ്റിവലിനെ കുറിച്ച്? അതെ, എൻ്റെ ചർച്ചിൽ ഞാൻ എടുത്തൊരു മെസ്സേജാണ് പാസ്റ്ററെ. അത് ഞാൻ യൂട്യൂബിൽ എടുത്തിട്ടതാണ്. എന്തുകൊണ്ടാണ് പൂരീം ഫെസ്റ്റിവല് 2 ദിവസമാക്കിയത് എന്ന് തൊട്ട് തുടങ്ങിയുള്ള കുറേ ചരിത്രങ്ങളാണ് പാസ്റ്റർ. ഞാൻ ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന ചരിത്രം, നമ്മൾ സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ, ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുകയൊക്കെ ചെയ്തില്ല. എനിക്കൊന്ന് 2 മണിക്കൂർ നമ്മൾ സംസാരിച്ചു. അതെ. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് അവരെ വിളിക്കുന്നത്, ദൈവത്തിൻ്റെ ജനം. അതെ, അത് നമ്മളെപ്പോലുള്ള ഇസ്രായേലിൻ്റെ പുറത്തുള്ളവർക്കൊരു സ്വല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കാണ്. അവർ മാത്രമാണോ ദൈവത്തിൻ്റെ ജനം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വാക്കാണ്. പക്ഷേ ഞാൻ ഈ ചരിത്രം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ഈ ജനത ദൈവത്തിൻ്റെ ജനം എന്ന ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് വന്നത്? ഇവരുടെ പഴയ ഐഡൻറ്റിറ്റി പീപ്പിൾ ഓഫ് ഗോഡ് അല്ല. ഇവരുടെ പഴയ ഐഡൻറ്റിറ്റി അബ്രഹാമിൻ്റെ മക്കളാണ്. മിസ്രൈമിൽ ഇവർ ചെല്ലുമ്പോൾ ഇവരാരാണ്? അബ്രഹാമിൻ്റെ സന്തതി. പക്ഷെ മിസ്രൈം പുറത്ത് വന്ന് മരുഭൂമിയിലെ 40 വർഷം ഈ ജനതയെ ഒരു പുതിയ ഐഡന്റിറ്റി ഉള്ളവരാക്കി മാറ്റി. അതാണ് പീപ്പിൾ ഓഫ് ഗോഡ്. അപ്പം ഞാനിങ്ങനെ ചരിത്രം പഠിച്ചു വന്നപ്പോഴേ ഈ ബാബിലോൺ പ്രവാസമൊക്കെ കഴിഞ്ഞിട്ട് പാസ്റ്ററെ ഇവരുടെ കൺസെപ്റ്റ് പൂർണ്ണമായിട്ട് മാറുന്നൊരു ഒരു അനുഭവമുണ്ട്. ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത് പറഞ്ഞെങ്കിലേ ഇസ്രായേലിനെ കുറിച്ച് നമുക്ക് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ സബ്ജക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അതായത് ഈ ബാബിലോണിലേക്ക്, പ്രവാസത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവരുടെ ചിന്ത എന്താണെന്നറിയോ? ഇസ്രായേൽ അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന ഐഡന്റിറ്റി അവരുടെ ലാൻഡാ, അവരുടെ ടെമ്പിളാണ്. അവർ ഊറ്റം കൊള്ളുന്നത് ഇസ്രായേലിൻ്റെ ലാൻഡ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ലാൻഡാണ്. ലാൻഡല്ലേ പ്രോമിസ്. ലാൻഡിൽ പണിത ടെമ്പിൾ ഞങ്ങളെ ഒന്നിപ്പിക്കുന്നു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ നെബൂഖദ്നേസർ വന്നിട്ട് ഈ ലാൻഡിൽ നിന്ന് ഇവരെ പിടിച്ചോണ്ട് പോവുക, ടെമ്പിൾ അടിച്ചു പൊളിച്ച് കളയുക. അപ്പോൾ ലാൻഡും പോയി, ടെമ്പിളും പോയി. അപ്പോൾ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം, ഇത്രയും വർഷം, നൂറ്റാണ്ടുകൾ ഇത് ഞങ്ങളുടെ ലാൻഡാ, ഇത് ഞങ്ങളുടെ പ്രോമിസ് ലാൻഡാന്ന് പറഞ്ഞവരുടെ കയ്യിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് ഇത് നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ. അപ്പോൾ ഇവര് റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവരുടെ ഒന്നാമത്തെ ചോദ്യമായിരുന്നു, യഹോവ പരാജയപ്പെട്ടോ?
കാരണം അന്നത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ യഹോവ മിസ്രൈമിലെ ദൈവങ്ങളെ തോൽപ്പിച്ച്, കനാനിലെ ദൈവങ്ങളെ തോൽപ്പിച്ച്, മെസൊപ്പൊത്താമിയയിലെ ദൈവങ്ങളെ തോൽപ്പിച്ച് ഈ ദേശത്ത് ഞങ്ങൾക്കൊരു ലാൻഡ് ഉണ്ടാക്കി തന്നു. ഇപ്പം ദേ നെബൂഖദ്നേസർ വന്നിട്ട് തകർത്തിരിക്കുന്നു. അപ്പോൾ യഹോവ തോറ്റോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഇവരുടെ ചോദ്യമാണ്, ദൈവം കവനന്റ് ബ്രേക്ക് ചെയ്തു. കാരണം ദൈവത്തിൻ്റെ ഉടമ്പടി മാറ്റമില്ലാത്ത ഉടമ്പടിയാണ്. ദൈവം എന്തിനാണ് കവനന്റ് ബ്രേക്ക് ചെയ്തത്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്ക് അവർക്ക് കിട്ടിയൊരു ഉത്തരമുണ്ട്. ഉത്തരം എന്താന്ന് പറഞ്ഞാൽ അതാണ് ഈ പ്രോഫറ്റിക് ബുക്സിൽ നമ്മൾ കാണുന്നത്. അവരുടെ കൺസെപ്റ്റ് നേരെ അങ്ങ് എസ്കറ്റോളജിയായി. അതായത് ഇന്നുള്ള ലാൻഡ് അല്ല. കാരണം നമുക്കറിയാലോ, ഈ ബാബിലോൺ പ്രവാസകാലത്തും അതിന് ശേഷവുമാണ് ഈ പറയുന്ന പ്രവചനങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത്, സെക്കരിയാവ്, ദാനിയേലെല്ലാം. പിന്നെ അവർ ലാൻഡിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ അവർ പറയുന്നത് ഒരു പുതിയ ഐഡന്റിറ്റി, ഒരു പുതിയ നിയമം. എസെക്കിയേലും യിരെമ്യാവും ഒക്കെ പ്രവചിച്ച് ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കവനന്റ് കൊണ്ടുവരാൻ പോവുകയാണ്. എസ്രാ നെഹമ്യാവിൻ്റെ ഒക്കെ കാലമായപ്പോഴേക്കും ഇവരുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ലാൻഡ് അല്ല, ടെമ്പിൾ അല്ല, കവനന്റ് ആണ്. ഒരു റീതിങ്കിങ് എന്ന് പറയാം, പ്രോഫറ്റിക് റീതിങ്കിങ് എന്ന് പറയാം. കവനന്റാണ് ഇമ്പോർട്ടൻ്റ്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്നറിയാമോ? കഴിഞ്ഞ 2000 വർഷമായി ലോകത്തിൽ ചിതറിക്കിടന്ന ഈ ജനത്തിന് ലാൻഡില്ല, ഈ ജനത്തിന് ടെമ്പിളില്ല. പക്ഷെ ഈ ജനം ഇന്നും മുറുകെ പിടിച്ചിരിക്കുന്നത് കവനന്റാണ്. ഇന്ന് അവർക്ക് ഒരു ഐഡന്റിറ്റി ഉള്ളൂ, ദ പീപ്പിൾ ഓഫ് കവനന്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പൂരീമിൻ്റെ ദിവസം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ആസാദിയുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകണം നമ്മൾ എന്താ പറയാൻ പോകുന്നത്. അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടു. അത് വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് എല്ലാം വലിയ ചിന്തയിലാണ്. യുദ്ധം നടക്കുന്നു, യുദ്ധസമാനമാകുന്ന അന്തരീക്ഷമാണ്. ചോദ്യങ്ങൾ ഉയരുന്നു. 2 പക്ഷങ്ങളുണ്ട്. ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. ഒരു പരമാധികാര രാഷ്ട്രത്തിൽ കടന്നു കയറി അതിൻ്റെ പരമാധികാര നേതാവിനെ വധിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നേരെ മറുഭാഗത്ത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ശബ്ദങ്ങളുമുണ്ട്. ആസാദിയും റോയ് പാസ്റ്ററും ഫിന്നി പാസ്റ്ററും ഈ 2 ഭാഗത്തുമല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ ശക്തിയെക്കുറിച്ചോ ഖൊമേനിയുടെ മരണത്തെക്കുറിച്ചോ അല്ല. പക്ഷെ പൂരീം എന്ന ദിവസം ഇതെന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, പൂരീം എന്ന ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. റോയ് പാസ്റ്റർ ആയിരിക്കും ഇനി കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പാസ്റ്ററെ അങ്ങ് ഏൽപ്പിക്കുക. പാസ്റ്ററെ. സ്തോത്രം പാസ്റ്ററെ. എല്ലാ ആസാദി ചാനലിലുള്ള എല്ലാ പ്രേക്ഷകരെയും എല്ലാവരെയും കർത്താവിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ കർത്താവിൻ്റെ ദാസനോടുകൂടെ ഫിന്നി പാസ്റ്ററോടുകൂടെ കിട്ടിയ സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചാനലിൽ കേൾക്കുന്ന എല്ലാവർക്കും ഇത് വലിയൊരു നന്മയായി തീരട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ഒരു വിഷയം പാസ്റ്റർ പറഞ്ഞതുപോലെ ചിന്തിക്കാൻ വേണ്ടി ഒരു 2-3 ദിവസം മുമ്പോട്ട് തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ലോകപ്രകാരമായിട്ടുള്ള പല ഇൻസിഡന്റുകൾ വന്ന് ഈ പൂരീം ഫീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ഫോളോ ആകാൻ വേണ്ടി തുടങ്ങി. നമ്മൾ ഇതിന്റെ പൂരീമിനെ കുറിച്ച് പറയാൻ 2 ദിവസം മുമ്പ് ചിന്തിക്കുമ്പോൾ ഈ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ചിന്തയുണ്ടായിരുന്നു. ഈ പൂരീം സമയത്ത് എന്തൊക്കെയോ ഇസ്രായേലിന്റെ ഒരു സ്വഭാവം വെച്ച്, ചരിത്രം വെച്ച് അവർ ഊർജം കൊള്ളുന്നത് ഇങ്ങനെയുള്ള അവരുടെ ചില ചരിത്രങ്ങളിൽ നിന്ന്. അപ്പൊ എന്തോ സംഭവിക്കുന്നു, നമുക്കൊരു ഹൃദയത്തിനകത്ത് തോന്നലുണ്ടായിരുന്നു എന്നുള്ള സത്യം അല്ലേ പാസ്റ്ററെ? അതെ. പക്ഷേ ഇവരുടെ ഇസ്രായേലുമായിട്ടുള്ള പല യുദ്ധങ്ങൾ പഠിക്കാമെങ്കിൽ അത് മിക്കവാറും വന്ന് ഫോൾ ആകുന്നത് ഒന്നിൽ ഫീസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇവരുടെ ജൂബിലി ഇയറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ജൂബിലി ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50ാം സംവത്സരം, അല്ലെങ്കിൽ ഫീസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. യോം കിപ്പൂർ വാർ അല്ലേ, ഇപ്പം നടന്ന 2023 യുദ്ധങ്ങൾ, ഇത് പല കാര്യങ്ങളും നമുക്ക് കാണാം. പക്ഷെ ഇന്ന് നമുക്ക് ഇതുപോലെ തന്നെയുള്ള ഒരു ഫീസ്റ്റിനെ കുറിച്ച് നമുക്ക് 1-2 കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് ഇത് പറയണം. വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ ഞാനിത് മനസ്സിലാക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം. എന്നോട് ദൈവാത്മാവ് ഒരു 2-3 മാസം തൊട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാനൊരു പ്രത്യേക വിഷയം എടുത്ത്, പ്രത്യേകിച്ച് നമ്മുടെ യൗവനക്കാരായിട്ടുള്ള അനേക ആൾക്കാരുടെ നേരെ വരുന്ന ചില ചോദ്യശരങ്ങൾ വെച്ചോണ്ട്, എന്തുകൊണ്ടാണ് ദൈവം യുദ്ധം അനുവദിച്ചത്, പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു ക്ലാസ്സുകളൊക്കെ ചെയ്തുകൊണ്ട് ഈ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഈ അമാലേക്കുമായിട്ട് പഠിക്കാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയത്.
അമാലിക്കിന്റെ ചരിത്രങ്ങൾ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ തൊട്ടൊക്കെ അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇതും അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് യഹോവ തോറ്റോ എന്ന ഇസ്രായേലിന്റെ ചോദ്യമായിരുന്നു. അതെ 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 അതെ. ഈ അമാലിക്കിന്റെ ചരിത്രം കൊണ്ട് പഠിക്കാൻ തുടങ്ങി, ദൈവാത്മാവിനെ കൊണ്ട് ഗൈഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളോ. ഒന്നാമത്തെ കാര്യം ഇതാ, എന്തും കൊണ്ടാണ് ഇസ്രയേലിൻ്റെ യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ദൈവം ബൈബിളിൽ കൊടുത്തേക്കുന്ന 7 ഫീസ്റ്റുകളാണ്. അതിനെ വിളിക്കുന്ന പേര് ദൈവത്തിൻ്റെ ഫീസ്റ്റ് എന്ന. ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ദ ലോഡ് എന്ന. അത് ലേവ്യ പുസ്തകം 23 7 ഫീസ്റ്റുകളെ കുറിച്ചും ദൈവം പറയുന്നുണ്ട്. അതിനെ ഫീസ്റ്റ് ഓഫ് ദ ലോഡ് എന്നാണ് വിളിക്കുന്നത്. ആ 7 ഫീസ്റ്റിനകത്ത് വരുന്ന ഫീസ്റ്റ് അല്ല ഈ പൂരീം ഫീസ്റ്റ്, അതിനകത്ത് വരുന്നതല്ല. ഇപ്പം പൂരീം ഫീസ്റ്റ് എന്തുകൊണ്ടാണ് 2 ദിവസം നടത്തിയേ? ഒരു ദിവസം നടത്തേണ്ടിയ ഫീസ്റ്റ് എന്തിനാ 2 ദിവസം നടത്തി? കാരണം അതൊരു പഠിച്ചു കഴിഞ്ഞാൽ അത്ര സുഖകരമായിട്ട് നമുക്ക് തോന്നത്തില്ല. കാരണം എന്തുവാണ് ചരിത്രം ഞാനൊന്ന് പറഞ്ഞിട്ട് പോവാം. 2 ദിവസം പൂരീം ഫീസ്റ്റ് നടത്തുന്നത്, അതിലോട്ട് വരാം. രണ്ടാമത്തേത്, ഈ നിയമം എഴുതി, ഹാമാൻ നിയമം എഴുതി ഒറ്റ ദിവസം കൊണ്ട് 127 സംസ്ഥാനങ്ങളിലുള്ള മൊത്ത യഹൂദന്മാരെ ഒറ്റ ദിവസം കൊണ്ട് തുടച്ചു കളയാം. അതെങ്ങനെ തുടച്ചു കളയുന്നത്? കുഞ്ഞു കുട്ടികൾ ആബാലവൃത്തം. അതിനു വേണ്ടിയിട്ട് ഈ നിയമം വരുമ്പോഴാണ് മൊർദെഖായി കരയുന്നതും എസ്തേർ മൊർദെഖായും കൂടെ ജനത്തിനു വേണ്ടി ഉപവസിക്കുന്നതും. പക്ഷെ ആ വേർഡുകളൊക്കെ ഭയങ്കര ഹൃദയഭേദകമായ വേർഡുകളാണ്. പക്ഷേ എസ്തേർ പറയുന്ന വേർഡ് ഇങ്ങനെ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ രാജാവിൻ്റെ അടുക്ക ചെല്ലാം, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അപ്പം എസ്തേറിനോട് അതിന് മുമ്പേ മൊർദെഖായി പറയുന്ന ഒരു വാക്കിങ്ങനെ, ഈ ഇപ്പം നീ മിണ്ടാതിരുന്നാൽ, നീ സകലവരിലും വെച്ച് സകല യഹൂദന്മാരിലും വെച്ച് രാജസന്നിധിയിൽ രാജധാനിയിൽ ഇരിക്കുന്നത് കൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് നീ വിചാരിക്കണ്ട. നീ ഇപ്പം മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. പക്ഷേ ഈ പിതൃഭവനം നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഈ മൊർദെഖായി ചിറ്റപ്പനല്ലേ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും കൂടെ പിതൃഭവനമല്ലേ, നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. പക്ഷേ നിന്നെ ഇങ്ങനെ ഒരു കാലത്തേക്കിന് വേണ്ടിയിട്ടല്ലയോ ദൈവം അവിടെ ഇരുത്തിയതെന്ന് ആർക്കറിയാം. ഇപ്പം നീ മിണ്ടാതിരിക്കല്ലേ. ഈ വേർഡുകൾ, നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. എന്തുവാണ് ആ വേർഡിൻ്റെ മിസ്റ്ററി? കാരണം ഇദ്ദേഹത്തിൻ്റെ എസ്തേറിൻ്റെ ചിറ്റപ്പനാണ് മൊർദെഖായി. ഇവരെല്ലാം ഒരു കുലത്തിലുള്ളതാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ മൊർദെഖായുടെ കുലവും കൂടെ പോവില്ല, അല്ലെ മൊർദെഖായുടെ പിതൃഭവനവും പോവാ. അപ്പം ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? രണ്ടാമത്തേത്, ഈ പൂരീം ഫീസ്റ്റ് നടക്കുന്നത് 12-ാം മാസം 13-ാം തീയതിയാണ്. അതിൻ്റെ കണക്കുകളൊക്കെ നമുക്കൊന്ന് പറയാം. 13-ാം തീയതി അന്ന് രാജാവിനോട് പറഞ്ഞു പൂരീം ഫീസ്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിയമങ്ങളെല്ലാം തിരിച്ചു മറിഞ്ഞു. ഹാമാൻ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ആഗാഗ്യ വംശജർ, അല്ലെങ്കിൽ അല്പം കൂടെ പറഞ്ഞ അമാലിക്യ വംശജർ, ഇവരെ മൊത്തം ആ രാജ്യത്തുള്ളത്, ആ ദേശത്തുള്ളവരെ മൊത്തം തുടച്ചു കളയാൻ അങ്ങനെ ഒരു അവസരം വന്നു. എന്ന 12-ാം മാസം 13-ാം തീയതി ഇത് ചെയ്തു. രാജാവിൻ്റെ പെർമിഷനോടുകൂടെ ഇതെല്ലാം ചെയ്തു. 75,000 പേരെയാണ് യഹൂദന്മാർ അന്ന് കൊന്നുകളഞ്ഞത്. 127 സംസ്ഥാനങ്ങളിൽ 75,000 പേരെ കൊന്നുകളഞ്ഞു. പക്ഷേ അത് നമ്മളൊരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചു. ഇത് കഴിഞ്ഞിട്ട് എസ്തേർ മൊർദെഖായും കൂടെ ചെന്ന് രാജാവിനോട് അടുത്ത ദിവസവും ചെന്നിട്ട് ചോദിക്കുമ്പം രാജാവ് ചോദിക്കുക, എസ്തേറെ നിങ്ങൾക്കിനി എന്തു വേണം? അവർ പറയുന്ന മറുപടി, ഞങ്ങൾ ഇന്നലെ ചെയ്തതുപോലെ വീണ്ടും ഒരു ദിവസം കൂടെ ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണമെന്നാണ് എസ്തേറിൻ്റെ പുസ്തകം 9-ാം അധ്യായം 8-9 അധ്യായങ്ങളിൽ പറയുന്നത്. എന്തിനാ പാസ്റ്റർ 2 ദിവസം ഇങ്ങനെ ചെയ്യാൻ കൈ നീട്ടിയത്? ഇസ്രായേൽ മക്കൾ ഒത്തിരി പേരെ കൊന്നുകളഞ്ഞു, പക്ഷെ അവർ കൊള്ളയ്ക്ക് കൈ നീട്ടിയില്ല എന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ചരിത്രം ഇതറിയണമെങ്കിൽ, ഇതിൻ്റെ വിഷയങ്ങൾ അറിയണമെങ്കിൽ ഒരു 950 വർഷം പുറകിൽ പോകണം. 950 വർഷം പുറകിൽ. 950 വർഷം പുറകിൽ പോകുമ്പം 1446 അല്ലെങ്കിൽ 1500 ആ കാലഘട്ടങ്ങളിലാണ് ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവരുന്നത്. ഇസ്രായേൽ മക്കളുടെ 430 സംവത്സരത്തെ അടിമത്തം കഴിഞ്ഞ് ഇവരെ നടത്തിക്കൊണ്ടുവരുന്ന വഴിയിൽ ഇവർ ചെങ്കടൽ കടന്നു, മാറ മധുരമായി, ഏലീമിൽ വന്നു, 12 നീരുറവയും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവരിങ്ങനെ നടന്ന് ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്ന് അവരുടെ 11-ാമത്തെ സ്റ്റേഷനായ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 11-ാമത്തെ സ്റ്റേഷനായ രഫദീമിലെത്തി. ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് 17 രഫദീമിലെത്തിയപ്പോഴാണ് ഇസ്രായേൽ മക്കൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അതിനു മുമ്പേ മാറയൊക്കെ വന്നു അങ്ങ് പോയി, ദൈവം അതിനെ മധുരമാക്കി കൊടുത്തു.
കുടിക്കാൻ വെള്ളമില്ല. അവിടെ വെച്ചാണ് ദൈവം ഹോരേബിൽ ഞാൻ പാറയുടെ മുകളിൽ നിൽക്കാൻ, നീ പാറയെ അടിക്കണം എന്ന് പറഞ്ഞ് പാറയിൽ നിന്നുള്ള വെള്ളം കൊടുത്തത്. നമുക്ക് കൊരിന്ത ലേഖനത്തിൽ അറിയാം, അത് അവരെ അനുഗമിച്ച ആത്മീക പാറയായിരുന്നു, അത് ക്രിസ്തുവായിരുന്നു. പാസ്റ്ററെ, ഇന്ന് ഞാൻ ചർച്ചിൽ ചെയ്ത മെസ്സേജാ കേട്ടോ. ഓ പ്രൈസ് ലോർഡ്. സംഖ്യാപുസ്തകം 20 നിന്ന്, സംഖ്യാപുസ്തകം 20, പാറയോട് നീ സംസാരിക്കുക, സ്പീക്ക് ടു. അതെ 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 അതെ. അവിടെ വെച്ച പാസ്റ്ററെ കർത്താവാകുന്ന പാറയിൽ നിന്ന് ജനം വെള്ളം കുടിച്ചത്. ജനം വെള്ളം കുടിച്ചു. ദേണ്ട ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒറ്റ മാസമേ ആയിട്ട്, ഒരു മാസം കഴിഞ്ഞു. ഇതെന്തുകൊണ്ട് ഒരു മാസം കഴിഞ്ഞെന്നുള്ളത് പുറപ്പാട് ദിവസം 16 അവരുടെ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് ദിവസം 16 എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ 2-ാം മാസം 15-ാം തീയതി ഇസ്രായേൽ മക്കൾ സീനായി മരുഭൂമിയുടെ സീൻ മരുഭൂമി വന്നു. 2-ാം മാസം 15-ാം തീയതി എന്ന് പറഞ്ഞാൽ 1-ാം മാസം 15-ാം തീയതി അവരിറങ്ങുന്നത്. 1-ാം മാസം 14-ാം തീയതി, 1-ാം മാസം എന്ന് വിളിക്കുന്ന ആ മാസത്തിന് പറയുന്ന പേര് ആബീബ് എന്നാ. അത് ഞങ്ങളുടെ പ്രേക്ഷകരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ആബീബ് 14-ാം തീയതി എന്ന് വെച്ചാൽ 1-ാം മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് പെസഹയാണ്. അത് യഹൂദന്റെ ഫീസ്റ്റിന്റെ തുടക്കമാണ്, ഭയങ്കര തുടക്കമാണ്. എന്തുവാ പെസഹ എന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ. രക്തത്താലുള്ള ആ കവനന്റ്, ആ ഉടമ്പടി അല്ലെങ്കിൽ ആ ഫീസ്റ്റ്, അത് കവനന്റ് ചെയ്ത ജനത്തെ സംഹാരകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, അവരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചവരെ പുറത്തെടുക്കാം. ആ കവനന്റ് ആട്ടുകൊറ്റന്റെ രക്തത്തിനകത്ത് ആദ്യജാതനായ ഇസ്രയേലിനെ പുറത്തെടുക്കുകയും ആദ്യജാതനെ പിടിച്ചു വച്ചിരുന്ന ഈജിപ്തിന്റെ ആദ്യജാതനെ ദൈവം സംഹാരകം ചെയ്ത് അവരെ അവിടുന്ന് പുറത്തെടുക്കുക അല്ലെ. മിസ്രൈമിൽ ആ നടന്ന സംഭവങ്ങളും ബാധകളും എല്ലാം ചരിത്രങ്ങൾ അറിയാം. അപ്പം അവിടുന്ന് ഇറങ്ങിയതിൻ്റെ 30 ദിവസം കഴിഞ്ഞു അവര് രഫദീമിലെത്തി പാറയിലെ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പക്ഷേ ഒരു ഭയങ്കര ജാതി ഇറങ്ങി വരുന്നത്. ആ ജാതിയുടെ പേര് അമാലേക്ക് എന്ന്. അമാലേക്ക്. ഇനി അമാലേക്കിന്റെ ചരിത്രങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ, ആ അമാലേക്കിന്റെ ചരിത്രം നോക്കുന്നതിന് മുമ്പേ നമ്മൾ മറ്റൊരു കാര്യം അറിയണം. അമാലേക്ക് എന്ന് പറഞ്ഞ ഈ രാക്ഷസ വർഗത്തിൽപ്പെട്ട ഒരു ജാതിയാണ്. ദൈവം അനേക ജാതികളെ തകർത്ത് കളയാൻ പറഞ്ഞ കൂട്ടത്തിൽ നമ്പർ 1 ജാതിയായിരുന്നു പക്ഷേ അമാലേക്ക്. അമാലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരികയും യുദ്ധം ചെയ്തു ഇസ്രായേലിനോട്. ഇസ്രായേലിൻ്റെ കുറേ കുഞ്ഞുകുട്ടികളെയും കുറേ സ്ത്രീകളെയും കുറേ പേരെ കൊന്നുകളഞ്ഞു. ഒരു കാരണവുമില്ലാതെ കൊന്നുകളഞ്ഞു. അവരോട് യുദ്ധത്തിന് പോയിട്ടുള്ളതല്ല, ഒന്നുമല്ല, അവരിങ്ങോട്ട് ഇറങ്ങി വന്ന് കൊന്നുകളഞ്ഞു. പെട്ടെന്ന് മോശയോട് ദൈവം പറഞ്ഞു, നീ പർവ്വത മുകളിൽ കയറി നിന്റെ കരങ്ങൾ ഉയർത്തി അവിടെ നിൽക്ക്. താഴ്വരയിൽ യോശുവ യുദ്ധം ചെയ്യട്ടെ. നിന്റെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കരങ്ങൾ താണാൽ അമാലേക്ക് ജയിക്കും. ഒരിക്കലും ദൈവസഭയുടെ ദൈവദാസന്മാരുടെ കരങ്ങൾ, പ്രാർത്ഥനയുടെ കരങ്ങളും ആരാധനയുടെ കരങ്ങളും താഴരുത്. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇനി അതിനകത്ത് വേറൊരു കാര്യം ഒരിക്കൽ ദൈവാത്മാവിനോട് ഇടപെട്ടത് എങ്ങനെയാണെന്നറിയാം പക്ഷേ, പിതാക്കന്മാരുടെ മാതാക്കളുടെ കരം പർവ്വത മുകളിൽ ഉയർന്ന താഴ്വരയിൽ അടുത്ത തലമുറ ജയിക്കുമെന്ന്. പിതാക്കന്മാരുടെ കരങ്ങൾ പ്രാർത്ഥന മുകളിൽ ഉയർന്നാൽ താഴ്വരയിൽ അടുത്ത തലമുറ ജയിക്കും. ഓക്കെ, യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയ്ക്ക് തോൽപ്പിച്ചു. ഇത് പുറപ്പാട് 17 എഴുതിയിരിക്കുന്ന വേർഡ് ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. പുറപ്പാട് 17:13. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, ദൈവം മോശയോട് അപ്പോൾ പെട്ടെന്ന് പറയാം, നീ ഒരു പുസ്തകം എടുക്കണം, ഒരു ജ്ഞാപക പുസ്തകം എടുക്കണം, ഓർമ്മ പുസ്തകം എടുക്കണം. എന്നിട്ട് നീ ഒരു പുസ്തകത്തിൽ ഈ ചരിത്രം എഴുതണം. എന്തോ എഴുതേണ്ടിയെന്നറിയാമോ? എന്നിട്ട് യോശുവയെ നീ വായിച്ചു കേൾപ്പിക്കണം. ഞാൻ അമാലേക്കിന്റെ ഓർമ്മയെ അശേഷം ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയും. പക്ഷേ ഈ വേർഡ് പഠിക്കുമ്പോൾ കാണാം ദൈവത്തിൻ്റെ ഒരു ഇറ്റേണൽ ഒരു എന്തോ ഒരു ആങ്കർ ആയിരുന്നു ഈ ജനത്തോടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ജാതികളോട് ഇത്രയും ഈ പ്രത്യേക അമാലേക്ക് എന്ന് പറഞ്ഞ ഈ ജാതിയോട് ഇത്രയും കോപം ദൈവത്തിന് വരാനുള്ളതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇവരതുപോലെ മ്ലേച്ഛതയ്ക്കകത്ത് പടുകുഴിയിൽ പട്ടുപോയി. മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത പോലെ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 18 അവിടെ ഇവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത നീചമായ പാപപ്രവർത്തികളും മ്ലേച്ഛതയുടെയും കൊടിയ കൂടുകളായിരുന്നു ഈ ദൈവം നീക്കിക്കളയാൻ പറഞ്ഞ ജാതികൾ മൊത്തം. നമുക്കത് പബ്ലിക്കലി പറയാൻ പറ്റത്തില്ല, അതിനപ്പുറത്തെ വേർഡുകളാണ്.
അങ്ങനെ ഉള്ള ജാതികളായിരുന്നു. ദൈവം പറയും, ഞാൻ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അമാലേക്കിൻ്റെ ഓർമ്മ അശേഷം ഞാൻ മായ്ച്ചു കളയും. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസ്സി എന്ന്, യഹോവയുടെ കൊടിയെന്ന് പേരിട്ടു. അടുത്ത 16-ാമത്തെ വാക്യം, യഹോവയുടെ സിംഹാസനത്താണ്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. പക്ഷേ ഈ വിഷയം കഴിഞ്ഞു. ദൈവം പറഞ്ഞു, എഴുതി വെച്ചോ, നിങ്ങൾ അമാലേക്കിൻ്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് അശേഷം മായ്ച്ചു കളയണം. ഇനി അമാലേക്കിൻ്റെ ഒരു ഒറിജിൻ ഒന്ന് പറയാം. അമാലേക്ക് ഏശാവിൻ്റെ വർഗത്തിൽ നിന്നുള്ള പക്ഷേ ഏശാവിന് തിമ്ന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയിൽ ജനിച്ച വ്യക്തിയാണ് അമാലേക്ക്. ഇനി ഏശാവ് ആരാ? യാക്കോബിൻ്റെ ചേട്ടൻ, പരിച്ഛേദന ഉള്ളവനാ. ഇതാണ് അടുത്ത, ഈ പരിച്ഛേദന ഉള്ളവർ രണ്ടും കൂടെ അടി. ഏശാവും പരിച്ഛേദന ഉള്ളതാ, വേറെ ആൾക്ക് പരിച്ഛേദന, യാക്കോബിനും പരിച്ഛേദന ഉള്ളതാ. കാരണം അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ച സന്തതികൾക്ക് മൊത്തം പരിച്ഛേദന വേണം. ഇവർക്ക് രണ്ടുപേരും പരിച്ഛേദനയേറ്റതാ. ഈ ചേട്ടനും അനിയനും കൂടെയുള്ള ഏശാവ് അപ്പനോടുള്ള കോപത്തിൽ പോയതാ. പല സ്ത്രീകളെ, ഹിത്യ സ്ത്രീകളെയും പലരെയും വിവാഹം കഴിച്ചതും ഒക്കെ. ആ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വെളിയിൽ പോയി ഒരു വിവാഹം കഴിച്ചു. അമാലേക്ക് ജനിച്ചു. അവിടുന്ന് അമാലേക്ക് വരുന്നത്. ഇപ്പൊ ഇത് ആര്? ഇവന്റെ സഹോദരന്റെ സന്തതികളായത്. അവൻ അടിമത്തത്തെയും ദൈവം ഇറക്കിക്കൊണ്ട് വരിക. അത് തന്നെയല്ല, ഈ ജാതി പൈശാചിക ശക്തികൾക്ക് വേണ്ടി വിറ്റ് കളയപ്പെട്ടത്. ദൈവം പറയുന്ന വേർഡാണ് ഞാൻ നിങ്ങളോട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇവന്റെ ഓർമ്മയെ ഞാൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും. പക്ഷേ ഇസ്രായേൽ മക്കൾ മരുഭൂമി കൂടെ ഏകദേശം 38-40 വർഷം നടന്നു. ഈ വിഷയം കഴിഞ്ഞിട്ട്, പുറപ്പാട് 17 കഴിഞ്ഞിട്ട് ഏകദേശം 40 വർഷം കഴിഞ്ഞു. 40 വർഷം കഴിഞ്ഞപ്പോഴത്തേന് പക്ഷേ അന്നുണ്ടായിരുന്ന ഇറങ്ങിത്തിരിച്ച 6,35,550 പേരിൽ 2 പേരൊഴിച്ച് ആ പുരുഷപ്രജ മൊത്തം മരിച്ചു. ടോട്ടലി ഏകദേശം 30 ലക്ഷത്തോളം ജനമുണ്ടെന്ന കണക്ക്. 6,35,550 പേരെന്ന് പറയുന്നത് എന്തുവാ? 20 വയസ്സ് തൊട്ട് മുകളിലോട്ട് പ്രായമുള്ള യുദ്ധസന്നദ്ധരായ പുരുഷന്മാരുടെ. അതിൽ 6,35,548 പേര് മരിച്ചു. 2 പേരൊഴിച്ചു. പുതിയൊരു തലമുറ രംഗത്ത് വന്നു. മരുഭൂമിയിൽ ജനിച്ച പുതിയൊരു തലമുറ രംഗത്ത് വന്നു. ഇസ്രായേൽ മക്കൾ അപ്പോഴത്തേനങ്ങ് മോവാബ്യ സമഭൂമിയിലെത്തി. മോശയുടെ മരണം അടുത്തു. മോശയുടെ അവസാന ഘട്ടങ്ങളെത്തി. മോശയുടെ അവസാന ഘട്ടം എത്തിയപ്പോൾ പക്ഷെ 40 വർഷത്തിന് മുമ്പ് നടന്ന ഈ സംഭവം വീണ്ടും മോശയിൽ കൂടെ ദൈവം ആവർത്തിക്കുക. ആവർത്തന പുസ്തകം 25-ന്റെ 17-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 25-ന്റെ 17. ഞാൻ ഈ ജിയോഗ്രാഫി പറയുന്നത്, ആവർത്തന പുസ്തകം എഴുതുന്നത് മോവാബ്യ സമഭൂമിയിലെത്തി. മോശയുടെ മരണത്തിന് മുമ്പേ പുതിയ തലമുറയോട് എന്തൊക്കെയാ മരുഭൂമികളിൽ സംഭവിച്ചതെന്ന് ആവർത്തനമായിട്ട് പറയുക, ഒരു വിവർത്തനം പറയുക. ആ കൂട്ടത്തിൽ ദൈവം ഓർപ്പിക്കുക, ഇറങ്ങിത്തിരിച്ച തലമുറയെല്ലാം മരിച്ചു. ദൈവം പറയുക, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് മായിച്ചു കളയണം. നീ ഇത് മറക്കല്ല. ഏത് തലമുറയോടെ? ഇറങ്ങിത്തിരിച്ച തലമുറയോട് അന്നേ പറഞ്ഞു, എഴുതി വെച്ചോ, നീ നോട്ട് ചെയ്തോ, എഴുതി വെച്ചോ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പക്ഷേ അത് മനുഷ്യ കുലത്തിന് പോലും ഭീഷണിയാകുന്നതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നത്. കാരണം നമുക്ക് നോഹയുടെ കാലം തൊട്ടും സോദോം ഗോമോറയുടെ കാലം തൊട്ടും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അബ്രഹാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതെ ഇരിക്കുമോ? ദുഷ്ടനോടുകൂടെ നീതിമാനെയും കൊല്ലുമോ? കർത്താവേ, ഒരു നീതിമാൻ സോദോം ഗോമോറയിൽ ആ പട്ടണത്തിലുണ്ടെങ്കിൽ അങ്ങ് നശിപ്പിക്കുമോ എന്ന് ചോദിച്ചത്. ദൈവം പറഞ്ഞില്ല, ഒറ്റ നീതിമാനെ കാണിച്ചാൽ ഞാൻ അത് നിമിത്തം പട്ടണം രക്ഷിക്കാമെന്നാണ് പറഞ്ഞു. ഒറ്റ നീതിമാൻ നിമിത്തം. കാരണം ദൈവം നീതി ഇല്ലാതെ ഒരു കാര്യം ചെയ്യത്തില്ല. ഇവിടെ പറഞ്ഞു എന്തുവാ? ദൈവം വീണ്ടും അടുത്ത തലമുറയോട് പറയുക, നീ അക്കരെ ചെല്ലുമ്പം നീ അവനെ സൂക്ഷിച്ചോണം, അവനെ നീ വെച്ചേക്കല്ല്, അവന്റെ ഓർമ്മയെ നീ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയണം, അവൻ മ്ലേച്ഛതയുടെ കൊടിയ കൂടാ. പക്ഷേ ഇത് കഴിഞ്ഞു. യോശുവ ജനത്തെ അക്കരെ കയറ്റി. ദൈവം അല്ലേ, യോശുവ ജനത്തെ അക്കരെ കയറ്റി എന്ന് പറയുന്നത് ദൈവം സഹായിച്ചു, ജനത്തെ അക്കരെ എത്തിച്ചു.
അക്കരെ എത്തിച്ച് എല്ലാം വിഭാഗിച്ചെല്ലാം കൊടുത്തു. പക്ഷെ ഇവനെ നീക്കിക്കളയണമെന്ന് പറഞ്ഞ ആ വാക്ക് കിടക്കുക, ഇസ്രായേൽ ജനം നീക്കിക്കളഞ്ഞില്ല. നീക്കിക്കളയാതെ കിടന്നതുകൊണ്ട് അമാലേക്ക്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പാമ്പ് തല പൊക്കാതെ കിടക്കും, അല്ലേ? വിഷപ്പാമ്പ് തല പൊക്കാതെ കിടക്കും. അവൻ്റെ അർത്ഥം അവൻ തല പൊക്കാത്തത് കൊണ്ട് ഇല്ലെന്നല്ല അർത്ഥം, അവൻ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്, അവൻ തല പൊക്കിയിട്ടില്ല. യോശുവയുടെ കാലത്ത് ഇവൻ തല പൊക്കിയില്ല, ഒരു നല്ല ലീഡർ ഉള്ള കാലത്ത് ഇവൻ തല പൊക്കിയില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ന്യായാധിപന്മാരിങ്ങോട്ട് വന്നു. ഒന്നാമത്തെ ന്യായാധിപൻ ഒത്നിയേലിൻ്റെ കാലം തൊട്ട്, അല്ലേ? നമ്മൾ ഒരിക്കൽ ഒത്നിയേലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാ, അല്ലേ? ഒത്നിയേലിൻ്റെ കാലം തൊട്ട്. പക്ഷേ അമാലേക്കിൻ്റെ ഒരു ചരിത്രം ഞാൻ ഒന്ന് വായിക്കട്ടെ. പക്ഷേ ഒത്നിയേലിൻ്റെ കാലം തൊട്ട് ഇസ്രായേൽ മക്കളെ മൊത്തം ഉപദ്രവിച്ചിരുന്നത് അമാലേക്ക. ന്യായാധിപന്മാർ 3:13 അവൻ അമോനിയരെയും അമാലേക്കരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു. ഒത്നിയേലിൻ്റെ കാലത്താണ്. ഏകദേശം 12 ന്യായാധിപന്മാരുണ്ട്, 12 ന്യായാധിപന്മാർ, ഒത്നിയേൽ തൊട്ട് സാംസൺ വരെ. പോട്ടെ, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ 2 പേരെ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്താ പഠിക്കുന്നത്. ഏലി പുരോഹിതനെയും ശമൂവേൽ പ്രവാചകനെയും കൂടെ ആഡ് ചെയ്താ പഠിക്കുന്നത്. അപ്പൊ 14 പേരുണ്ട്. ഏലി പുരോഹിതനും ശമൂവേലും പുരോഹിതനും പ്രവാചകനുമാണ്, ഇത്രയും പേരായിട്ട് പഠിക്കുന്നത്. ഈ 14 ന്യായാധിപന്മാരുടെ കാലത്തും ഇസ്രായേലിനെ മാറി 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 ഉപദ്രവിച്ചത് ഈ പാമ്പാ, ഇവന്മാരാ. ഒത്നിയേല്, ദെബോര, ഗിദയോൻ, ഏലി പുരോഹിതന്റെ കാലത്ത്, ശമൂവേലിന്റെ കാലത്ത് എല്ലാം ഇവരുണ്ട്. ഇവരെ ദൈവം പറഞ്ഞതാ ഇവരെ നീക്കിക്കളയണം. ഇസ്രായേലിനോട് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, 2 തലമുറയോട് പറഞ്ഞു ഇവരെ നീക്കിക്കളയണം. ഇവര് നീക്കിക്കളഞ്ഞില്ല. ഇസ്രായേൽ അവരുടെ കൂട്ടത്തിൽ അങ്ങ് കുഴപ്പമില്ലാതെ അങ്ങ് പോയി. ദൈവം നീക്കിക്കളയാൻ പറഞ്ഞപ്പം പറയാതിരുന്നത് കൊണ്ട് ഇവരുടെ നന്മകളും, ഇനി ബൈബിളിലെ വാക്ക് ഞാൻ യൂസ് ചെയ്യാം, ഇസ്രായേലിലെ അനേക സ്ത്രീകളെ മക്കളില്ലാത്തവളാക്കി തീർത്തു. അമാലേക്കിന്റെ അല്ലെങ്കിൽ ആഗാഗിന്റെ വാളെന്നാ പറയുന്നത്. അമാലേക്ക് ജാതി ദൈവം തുടച്ചു കളയാൻ പറഞ്ഞതിനെ തുടച്ചു കളയാതെ നെഗ്ലക്റ്റ് ചെയ്തു, ഇഗ്നോർ ചെയ്തു. അത് ഞാൻ ദൈവവചനം പഠിക്കുമ്പോൾ കാണാം, അമോര്യരെയും മിദ്യാനിയരെയും കിഴക്കേ ദേശക്കാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് വരുന്നത്, കൂട്ടുകൂടിക്കൊണ്ട് വരുന്നത് അമാലേക്കരുടെ കൂടെയാണ്. പക്ഷെ ഇനി നമുക്ക് ഈ അമാലേക്കരും അമോര്യരും ഒക്കെ ആരാന്നും എത്രയൊന്നും അവരുടെ വലിപ്പം എന്തുവാന്നൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് കണ്ടിട്ട് പോവാം. ഈ രാക്ഷസ ജാതികളുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു ഈ ജാതികളെല്ലാം. ഇനി രാക്ഷസന്മാർ, പക്ഷെ ബൈബിളിൽ ഏറ്റവും ചെറിയ രാക്ഷസന്റെ വലിപ്പം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചെറിയ രാക്ഷസൻ എന്ന് വെച്ചാൽ ജൈന്റ് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ മല്ലൻ രാക്ഷസൻ ഗോലിയാത്തിന്റെ ഹൈറ്റ് എത്ര ആയിരുന്നു? നമ്മുടെ ഇന്നത്തെ അളവിലേക്ക് കൺവേർട്ട് ചെയ്താൽ 9.9 ഫീറ്റ്. ഒരു സാധാരണ മനുഷ്യന് 6 അടിയേ ഉള്ളൂ. അപ്പൊ ഇവന്റെ ഹൈറ്റ് എത്ര? 9.9 അടി, 9.9 ഫീറ്റ്. അവൻ ചെറുതായിരുന്നു. ഇനി മറ്റൊരു ജൈന്റിന്റെ ഒരു വലിപ്പം ഞാൻ കാണിക്കാൻ പാസ്റ്റേ. ആമോസിന്റെ പുസ്തകം. അപ്പൊ ആരാ ജൈന്റ് എന്നറിയണം. 2:9. ആമോസിന്റെ പുസ്തകം 2:9. അവിടെ എഴുതിയേക്ക, ഞാനോ അത് അമോനിയനെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. അവന്റെ ഉയരം ദേവദാരുക്കളുടെ ഉയരം പോലെ ആയിരുന്നു. അവന്റെ ഉയരം ലെബാനോനിൽ വളരുന്ന മഞ്ഞു മലകളിൽ വളരുന്ന ഒരു വൃക്ഷമാണ് പക്ഷേ ദേവദാരു പോലെ എന്തോ ഉയരമായിരുന്നു. അവൻ കരുവേലകങ്ങൾ പോലെ ശക്തിയുള്ളവനുമായിരുന്നു. എങ്കിലും ഞാൻ മീതെ അവന്റെ ഫലവും താഴെ അവന്റെ വേര് നശിപ്പിച്ചു കളഞ്ഞു. ഇത് അമോനിയരെ കുറിച്ചാണ് പറയുന്നത്. ഇനി അനാക്യർക്ക് എത്ര വലിപ്പം? ഇസ്രായേൽ മക്കൾ ഉറ്റുനോക്കാൻ പോകുമ്പോഴേ അവര് തിരിച്ചു വന്ന് പറയുന്നത്, ഞങ്ങൾ അനാക്യ മല്ലന്മാരെ അവിടെ കണ്ടു, ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടുക്കിളിയെ പോലെയുള്ളത്. ഈ ഇസ്രായേൽ മക്കൾ നീക്കിക്കളഞ്ഞത് ഏകദേശം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി കനാൻ ദേശത്ത് എത്തുന്നിടം വരെ നീക്കിക്കളഞ്ഞത് 33 പ്രധാനപ്പെട്ട ജാതികളെയാണ്. രാക്ഷസന്മാരുള്ള മല്ലന്മാരുള്ള പ്രധാനപ്പെട്ട ജാതികളെ നീക്കിക്കളഞ്ഞ് ആ ജാതികളുടെ കൂട്ടത്തിൽ ടോപ്പായിരുന്നു അമാലേക്ക്. ദൈവം പറഞ്ഞ് എഴുതി വെച്ചു, മാറ്റിക്കളയണം. പക്ഷെ നമുക്ക് വരാം. ഏകദേശം ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. ഒന്നാമത്തെ ഇസ്രായേലിലെ രാജാവ് രംഗപ്രവേശനം ചെയ്തു. ശൗൽ രാജാവ് രംഗപ്രവേശനം ചെയ്തു. ശൗൽ രാജാവ് വരുന്നത് ഏകദേശം 1020-1050 കാലഘട്ടങ്ങളിലാണ്.
BC 1020, 1050 കാലഘട്ടങ്ങളിലാണ്. ഏകദേശം 400 വർഷം കഴിഞ്ഞിട്ട്, ഏതാ പുറപ്പാട് 17 വിഷയം കഴിഞ്ഞിട്ട് 400 വർഷം കഴിഞ്ഞപ്പോഴാണ് ശൗൽ രാജാവ് ഇസ്രയേലിന് രാജാവായി രംഗപ്രവേശനം ചെയ്യുന്നത്. 400 വർഷം കഴിയുമ്പോൾ അപ്പം ശമൂവേൽ പ്രവാചകൻ ഒരിക്കൽ പോയി ശൗലിനോട് പറയുന്ന ഒരു ആലോചന കേട്ടോണം പക്ഷേ. 1 ശമൂവേൽ 15 അധ്യായത്തിൽ കിടപ്പുണ്ട്. 1 ശമൂവേൽ 15 അധ്യായത്തിൽ. അനന്തരം ശമൂവേൽ, ഇപ്പം 400 വർഷം കഴിഞ്ഞു. നമ്മുടെ ആ ഒന്നാമത്തെ പുറപ്പാട് 17 അമാലേക്കിന്റെ യുദ്ധം കഴിഞ്ഞിട്ട് 400 വർഷം കഴിഞ്ഞു. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവ നിന്നെ തൻ്റെ ജനമായ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതും കൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. പക്ഷെ കുറിച്ചു വെച്ചിട്ടുണ്ടെന്ന് 400 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ വാക്കി പറഞ്ഞാൽ ദൈവത്തിന് ഡിമെൻഷ്യ ഇല്ലായിരുന്നു, ദൈവത്തിന് മറവിയില്ല. അപ്പം ദൈവം അങ്ങനെ ഒരു കാര്യം ഇൻസിസ്റ്റ് ചെയ്യുമ്പം, പല പ്രാവശ്യങ്ങളിൽ ഇൻസിസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ പിമ്പിൽ എന്തോ ആഴമായ കാര്യമുണ്ട്. കാരണം ഇതെല്ലാം സ്പിരിച്വലാണ്. കാരണം പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ നീതിമാനെ ജീവിക്കാൻ അനുവദിക്കത്തില്ല, മനുഷ്യത്വമുള്ള ഒരുവനെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. അത് ഈ മൃഗീയമായിട്ട് ഈ കുലത്തെ മനുഷ്യജാതിയെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ദൈവം ആ മ്ലേച്ഛത വരാതിരിക്കാൻ വേണ്ടിയ ദൈവം പറയുന്നത്, ഇവരെ വീണ്ടും പറയുക, അടുത്ത വേർഡ് പറ, നീ ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഹരിച്ചു കളക. ഒരെണ്ണത്തെ പോലും, മൂക്കിൽ ശ്വാസമുള്ള ഒന്നിനെ പോലും അമാലേക്കിനുള്ളത് വെച്ചേക്കല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അന്ന് ശൗലിനോട് പറഞ്ഞത്. പക്ഷെ ശൗല് ചെന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ശൗൽ അവിടെ യുദ്ധത്തിന് പോയി. ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു. 400 വർഷം കഴിഞ്ഞപ്പോഴാണ്. ഇനി ശൗലിൻ്റെ ജീനിയോളജിയും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം കൂടെ വന്നാണ് നമുക്ക് എസ്തേറിൻ്റെ പുസ്തകത്തിൽ മനസ്സിലാക്കേണ്ടത്. ബെന്യാമീൻ ഗോത്രത്തിലെ കീശിൻ്റെ മകൻ, ബെന്യാമീൻ ഗോത്രത്തിലെ, ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരൊന്ന് നോട്ട് ചെയ്ത് വെച്ചു, ബെന്യാമീൻ ഗോത്രത്തിലെ കീശിൻ്റെ മകൻ, അവനാണ് രാജത്വം വീണത്. അങ്ങോട്ട് ചെന്നിട്ട് പുള്ളിക്കാരൻ ബലഹീനമായതിനെയെല്ലാം വെട്ടിക്കളഞ്ഞു. ബലമുള്ളതിനെയും തടിച്ചു കൊഴുത്തതിനെയും അവിടെ ഉണ്ടായിരുന്ന അമാലേക്ക രാജാവായ രാക്ഷസ വർഗത്തിൽപ്പെട്ട ആഗാഗിനെയും പിടിച്ചുകൊണ്ട് പോകുന്നു. അന്ന് ഇസ്രയേൽ മൊത്തം കൈയടിച്ച് സന്തോഷിക്കുക. കാരണം തടിച്ചു കൊടുത്ത മൃഗങ്ങളെ കൊള്ളയായിട്ട് മറ്റൊരു രാജ്യത്തുനിന്ന് പിടിച്ചോണ്ട് വരിക. അമാലേക്ക രാജാവിനെ ചങ്ങലയിട്ടുകൊണ്ട് ആഗാഗിനെയും രാക്ഷസനെ പിടിച്ചോണ്ട് വരിക. ഭയങ്കര ഹൈറ്റും വെയിറ്റും ഉള്ള ഒരുവനെ പിടിച്ചോണ്ട് വരിക. ഇതൊക്കെ കണ്ട് ജനം മൊത്തം കൈയടിച്ച് സന്തോഷിച്ചു, ശൗലിനെ പ്രൈസ് ചെയ്തു. പക്ഷേ ഇസ്രയേലിൽ ഇവനെ അഭിഷേകം ചെയ്ത ശമൂവേൽ എന്ന് പറഞ്ഞ പ്രവാചകൻ ഇരുന്ന് കരയുകയായിരുന്നു. കാരണം ആ ശമൂവേൽ പ്രവാചകൻ കരയാനുള്ളതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചു. ഉയരത്തിലെ ദൈവം ശമൂവേലിനോട് പറയുക, അയ്യോ, ഞാൻ ആ ശൗലിനെ ഒരു വഴിക്ക് ഞാൻ അയച്ചു, പക്ഷെ അവൻ എൻ്റെ ഹിതം ചെയ്യാതെ അവൻ കൊള്ളയ്ക്ക് കൈനീട്ടി. അവിടെ എഴുതിയേക്കുന്ന വേർഡ് 8-ാം വാക്യം, അമാലേക്ക രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു, ജനങ്ങളെയൊക്കെ വാളിന്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി, തടിച്ചു കൊഴുത്ത മൃഗങ്ങളെയും. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും, ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായ കുഞ്ഞാടുകളെയും ഉത്തമമായ ഒക്കെയും നിർമൂലമാക്കാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ഹീനവും നിസ്സാരമായ ഒക്കെയും അവൻ നിർമൂലമാക്കി കളഞ്ഞു. ദൈവം ചോദിച്ചു, ഞാൻ നിന്നെ ഒരു വഴിക്ക് അയച്ചു, പക്ഷെ നീ കൊള്ളയ്ക്ക് കൈനീട്ടി, നീ എൻ്റെ ഹിതം ചെയ്തില്ല. അവസാനം ശമൂവേൽ പ്രവാചകൻ വന്ന് പറഞ്ഞു. ശമൂവേൽ പ്രവാചകനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതുകൊണ്ട് യഹോവ എനിക്ക് എല്ലാം ജയം തന്നു, ഞാൻ യഹോവ പറഞ്ഞതെല്ലാം, കർത്താവ് പറഞ്ഞതെല്ലാം ചെയ്തു. അന്നേരം ആ ശമൂവേൽ പ്രവാചകൻ ചോദിക്കുന്നത്, നീ കർത്താവ് പറഞ്ഞതെല്ലാം ചെയ്തോ? നീ കർത്താവിനെ അനുസരിച്ചോ? ഞാൻ അപ്പുറത്ത് കേൾക്കുന്ന ആടുകളുടെയും കാളകളുടെയും ഒക്കെ മുക്കറ എന്തുവാ? അന്നേരം പുള്ളി അതിനകത്ത് നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ കിടന്ന് ഉരുളാൻ നോക്കി. അതോ ഞാൻ അവിടുന്ന് പിടിച്ചോണ്ട് വന്നത് ഇവിടെ കൊണ്ടുവന്ന് നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ കൊണ്ടുവന്നാണ്. അന്നേരം ശമൂവേൽ പ്രവാചകൻ പറയുന്നൊരു വളരെ നമ്മൾ ഒത്തിരിയും കാണാതെ പഠിക്കുന്ന ഒരു വാക്യമാണ്, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലതല്ലയോ? മത്സരം ആഭിചാര ദോഷം പോലെയും. 1 ശമൂവേൽ 15:22-23.
മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെ ഇരിക്കുന്നു. പക്ഷെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ശമൂവേൽ പ്രവാചകനോട് ശൗല് കയറി ദേഷ്യപ്പെട്ടു. ശമൂവേൽ പ്രവാചകന്റെ വസ്ത്രത്തെ കീറി. ശമൂവേൽ പ്രവാചകൻ പോകാൻ തിരിഞ്ഞു, വസ്ത്രം കീറി. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ വസ്ത്രം കീറിയതുപോലെ യഹോവ നിന്റെ രാജ്യത്വം കീറിയിരിക്കുന്നു. നീ എൻ്റെ വചനം തള്ളിക്കളഞ്ഞത് കൊണ്ട് യഹോവ നിന്നെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. എൻ്റെ ദൈവമേ, ആ വേർഡിൻ്റെയൊക്കെ അർത്ഥം ഭയങ്കര ഗംഭീരമാണ്. നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നിന്നെക്കാട്ടിൽ നിന്റെ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് നിന്റെ രാജ്യത്വം കൊടുത്തിരിക്കുന്നു. ജനത്തെയും ദൈവത്തെയും മാനിച്ച് ശമൂവേൽ പ്രവാചകൻ ശൗലിൻ്റെ കൂടെ യാഗത്തിനൊക്കെ പോയി. പക്ഷെ പിന്നെ ജീവപര്യന്തം കണ്ടിട്ടില്ല. പക്ഷെ ഇതിനു മുമ്പേ വേറൊരു സംഭവം നടന്നു. ശമൂവേൽ പ്രവാചകൻ ചോദിച്ചു, എന്തിയെ നീ പിടിച്ചോണ്ട് വന്ന രാജാവ് എന്നേ ചോദിച്ചു. ആഗാഗ്. അവനെ ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു, എൻ്റെ അടുക്ക കൊണ്ടുവരാൻ പറഞ്ഞു. ശമൂവേൽ 15:32. അനന്തരം ശമൂവേൽ അമാലേക്ക് രാജാവായ ആഗാഗിനെ ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിയെന്ന് കൽപ്പിച്ചു. ആഗാഗ് സന്തോഷഭാവത്തോടെ അവൻ്റെ അടുക്കൽ വന്നു. മരണഭീതി നീങ്ങിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞു. എന്നിട്ട് ശമൂവേൽ പറയുക, നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവളാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളിൽ മക്കളില്ലാത്തവളാകുമെന്ന് പറഞ്ഞ് ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു. ദൈവം കൊന്നുകളയാൻ പറഞ്ഞതാ, ശൗലിനെ വിട്ടതാ. ശൗല് കൊന്നില്ല. ശൗൽ അവനെ ജീവനോടെ സൂക്ഷിച്ചു. പക്ഷെ ഈ സംഭവം കഴിഞ്ഞു. ശമൂവേൽ ആഗാഗിനെ കൊല്ലുന്നു. ഇനി ശൗലിനെ വിട്ട് ദൈവം മാറി. നമുക്ക് ആ ചരിത്രം അറിയാം. വലിയൊരു ട്രാജഡി നടക്കുന്നത്. ദൈവം കൊല്ലാൻ വിട്ടു, ഉന്മൂലനാശം ചെയ്യാൻ വിട്ടതാ ഒരു ജാതിയെ. ആ ജാതിയിലുള്ള ഒരുവൻ ഈ ശൗലിനെ കൊന്നു. ശൗല് മരിക്കുന്നത് എങ്ങനാ? ശൗല് ഗിൽബോവ പർവ്വതത്തിൽ മരിക്കുമ്പം ഫെലിസ്ത്യർ യുദ്ധത്തിനടുത്തു. സ്വന്തം വാള് അവിടെ വെച്ചിട്ട് അതേലോട്ട് ചാടി. തൻ്റെ ജീവൻ പോയില്ല. 2 ശമൂവേൽ 1-ാം അധ്യായം. തൻ്റെ ജീവൻ പോയില്ല. പോകാതിരിക്കുമ്പം ഒരാള് അതുവഴി പോകുന്നത് കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഏത് രാജ്യക്കാരനാ? ഞാൻ പറഞ്ഞു, ഞാൻ അമാലേക്കനാ. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് പോകാം പാസ്റ്റേ. 2 ശമൂവേലിന്റെ പുസ്തകം 2 ശമൂവേൽ 1:8. അവൻ പിറകോട്ട് നോക്കി എന്നെ കണ്ടു വിളിച്ചു. 2 ശമൂവേൽ 1:7. അടിയൻ ഇതാ എന്ന് പറഞ്ഞു. നീ ആരെന്ന് അവൻ ചോദിച്ചതിന് ഞാൻ ഒരു അമാലേക്കനെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലണം, എൻ്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്തു എന്ന് അവനെ കൊന്നു. അവൻ്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവൻ്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടക്കവും ഞാൻ എടുത്ത് ഇവിടെ യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. ദാവീദിനോടൊന്ന് പറയാ. ദാവീദ് അവാർഡ് കൊടുക്കുമെന്ന് ഓർത്തുകൊണ്ട് വന്ന് പറഞ്ഞതാ. അമാലേക്കനെ വെട്ടിക്കളഞ്ഞ് ശൗലിനോട് പറഞ്ഞത്, നീ അവരെ നീക്കിക്കളഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് അവൻ്റെ വാളുകൊണ്ട് നീ വീഴേണ്ടി വന്നു. പക്ഷെ ഇതൊരു വലിയ ചരിത്രം. ദൈവം പറഞ്ഞതാ നീക്കിക്കളയാൻ. ആഗാഗിനെ ശൗലല്ല കൊന്നുകളയുന്ന ശമൂവേല. ഇതങ്ങോട്ട് കഴിഞ്ഞു. അടുത്ത രാജാവ് വന്നു, ദാവീദിന്റെ കാലത്തും അമാലേക്കിനോട് പ്രശ്നമായിരുന്നു. സിക്ലാഗ് പിടിച്ചതാരാ? അമാലേക്ക്. ദാവീദിന്റെ കാലത്ത് പക്ഷെ ദാവീദ് തിരിച്ചു പിടിച്ചു. തൻ്റെ നഷ്ടമായത് മൊത്തം ദാവീദ് തിരിച്ചു പിടിച്ചു. അമാലേക്കിനോട് പ്രശ്നമായിരുന്നു. ഇത് കഴിഞ്ഞു. ദൈവം നീക്കിക്കളയാൻ പറഞ്ഞത് നീക്കിക്കളയാത്തിടത്തോളം കാലം ഇസ്രയേലിന് അതൊരു കെണിയായിരുന്നു. ഇസ്രയേലിന്റെ വിലാപ്പുറത്ത് മുള്ളായിരുന്നു. അവരുടെ അനേക സ്ത്രീകളെ അല്ലെങ്കിൽ പിതാക്കന്മാരെ മക്കളില്ലാത്തവളാക്കി. ഇവർ കൊയ്യാൻ തുടങ്ങും. അത് മൊത്തം അമാലേക്കിനും കിഴക്കേദേശക്കാരും മിഥ്യാനും കൊണ്ട് ഇവർക്ക് ഒരു ജീവിതത്തിൽ സ്വസ്ഥത കിട്ടിയിട്ടില്ല. ഞാൻ ചരിത്രങ്ങളൊന്ന് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പാസ്റ്റർ, ഈ മിഥ്യാനിയരെയും കിഴക്കേദേശക്കാരെയും അമോര്യരെയും എല്ലാം വിളിച്ചുകൊണ്ട് വരുന്നത് അമാലേക്കരായിരുന്നു. അമാലേക്കരെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെ നാളുകൾ പോയി. ഇസ്രായേൽ മക്കൾ ബാബിലോണിയ പ്രവാസത്തിൽ പോയി. പാസ്റ്റർ മുമ്പേ പറഞ്ഞതുപോലെ ശൗലിന്റെ കാലശേഷം ശലോമോന്റെ കാലശേഷം ഇസ്രായേൽ 2 പിരിഞ്ഞു. 10 ഗോത്രം ഒരിടത്ത് പോയി, നോർത്തേൺ കിങ്ഡം. 2 ഗോത്രം അടുത്തൊരിടത്ത് പോയി, സദേൺ കിങ്ഡം. ഇസ്രായേൽ എന്ന് യെരുശലേം എന്ന് മാറി. ഈ 10 ഗോത്രത്തെ വന്ന് അശൂർ വന്ന് പിടിച്ചോണ്ട് പോയി. അതിനെയാണ് ലോസ്റ്റ് ട്രൈബ് എന്ന് പറയുന്നത്. അടുത്ത 2 ഗോത്രത്തെ BC 606 ബാബിലോൺ വന്ന് പിടിച്ചോണ്ട് പോയി. ബാബിലോൺ തൂത്തുപറക്കി 586 ബാബിലോണിൽ കൊണ്ടുപോയി. എന്ന് വെച്ചാൽ ഇന്നത്തെ ഇറാഖിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി. ഇറാഖിലാണ് ഇവർ മൊത്തം ഉള്ളത്. അവർ മൊത്തം അവിടെ താമസിക്കുക.
അവിടെ ജീവിച്ചു. ഏകദേശം 70 വർഷം കഴിഞ്ഞപ്പം ദൈവം ഇവരെ റിസ്റ്റോർ ചെയ്തു. കോരശ് രാജാവിൽ കൂടെ റിസ്റ്റോർ ചെയ്തു. കോരശ് രാജാവ് ഇവർക്ക് തിരിച്ചു പോകാൻ പെർമിഷൻ കൊടുത്തു. അപ്പോൾ നോക്കണം, യെരുശലേമിലെങ്ങും അന്ന് ആളില്ല. വളരെ വിരളിൽ എണ്ണാൻ പറ്റുന്ന, അല്ലെങ്കിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാരെ ഉള്ളൂ. കാരണം ആ ദേശം മുടിഞ്ഞു. നെഹമ്യാവിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശം ചണ്ടിക്കൂമ്പാരമായെന്ന് അത് കഴിഞ്ഞു. ഇനി ഒരിക്കലും അവിടെ ആള് വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും ബാബിലോണില. കോരശ് പെർമിഷൻ കൊടുത്തു. BC 536 കോരശ് രാജാവിന്റെ പെർമിഷൻ നിമിത്തം, അല്ലെങ്കിൽ ദാരിയാവേശും കോരശിന്റെ പെർമിഷൻ നിമിത്തം 50,000 പേര് മടങ്ങി വന്നു. 50,000 പേര്. ആ കൂട്ടത്തിൽ മടങ്ങി വന്നവരുടെ കൂട്ടത്തിലുള്ളതാണ് സെരുബാബേൽ, യോശുവ എന്ന മഹാപുരോഹിതൻ. ഇവർ മടങ്ങി വന്നു. എന്നാലും കിടക്കുക, ദാരിയാവേശും കോരശും കഴിഞ്ഞു. ഏകദേശം BC 486 എത്തിയപ്പം അഹശ്വേരോശ് രാജാവ് വന്നു. BC 486 എത്തിയപ്പോൾ അഹശ്വേരോശ് രാജാവ് വന്നു. അഹശ്വേരോശ് രാജാവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 486 തൊട്ട് 464 വരെയാണ്. അങ്ങനെ ഈ കാലഘട്ടം വന്നു. അപ്പൊ അഹശ്വേരോശ് രാജാവ് ഭരിക്കുന്നത് എവിടം തൊട്ട് എവിടെ വരെയാ? അപ്പൊ അത് മേദ്യർ പേർഷ്യ രാജ്യത്തിന്റെ കിങ്ഡമായി. ബാബിലോണിന്റെ കിങ്ഡം തകർന്നുപോയി. കാരണം നെബൂഖദ്നേസർ രാജാവും ബെൽസസർ രാജാവിനെ കൊന്നു. ബാബിലോണിന്റെ കിങ്ഡം തകർന്നു. മേദ്യ പേർഷ്യ രാജ്യമായി. 538 കോരശ് അതിനെ തകർത്തു. 536 പെർമിഷൻ കൊടുത്തു. ഇപ്പം നമ്മൾ പറയുന്നത് 486 ചരിത്രം BC അഹശ്വേരോശ് രാജാവിന്റെ കാലഘട്ടം. അപ്പൊ എവിടെ തൊട്ട് എവിടെ വരെയാ ഭരിക്കുന്നത്? ശരിക്കും പറഞ്ഞ ഒരു പേർഷ്യൻ കിങ്ഡമാ. ഇന്നത്തെ നമ്മുടെ സിസ്റ്റവുമായിട്ടൊക്കെ കണക്ട് ആകുന്ന പേർഷ്യൻ കിങ്ഡമാ. എവിടം തൊട്ട് മേദ്യ പേർഷ്യ കിങ്ഡമാ. എവിടം തൊട്ട് എവിടെ വരെയാ ഭരിക്കുന്നത്? ആഫ്രിക്ക തൊട്ട്, കൂശ് ദേശം തൊട്ട് ഇന്ത്യ വരെ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ബൗണ്ടറി കാശ്മീർ അല്ല പാസ്റ്ററെ. അത് ഒരു വലിയ വിഷയമാണ് പാസ്റ്ററെ. കാരണം ഈ അടുത്ത ദിവസങ്ങളിലും പലരും ഈ വേദവസത്തിൽ ഇന്ത്യ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ഇന്ത്യയെക്കുറിച്ചുള്ള ഫ്യൂച്ചർ എന്താന്നൊക്കെ പറയുമ്പോൾ അവർ പരിഗണിക്കാതെ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ഇന്ത്യ വളരെ വിശാലമായ ഇന്ത്യ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ ഈ പ്രദേശങ്ങളെല്ലാം പരന്നു കിടക്കുന്ന ഒരു വിശാല ഇന്ത്യയാണ് അവർ പറയുന്ന ഇന്ത്യ. ഒരുപക്ഷെ ഈ നമ്മുടെ തോമസ് ലീഹ ഇന്ത്യയിലേക്ക് പോയി എന്നുള്ള റെഫറൻസുകൾ പറയുമ്പോൾ അവരുദ്ദേശിച്ചത് ഒരുപക്ഷെ ഈ പറഞ്ഞ ഈ നോർത്തേൺ വെസ്റ്റേൺ ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയ കാര്യമാകാമെന്നാണ് പുതിയ കാലത്തെ തിയോളജിൻസ് പറയുന്നത്. സെന്റ് തോമസ് ക്രിസ്ത്യൻസിന് അത് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ചരിത്രം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കേരളവും മഹാരാഷ്ട്രയും ഒക്കെ ഉൾപ്പെട്ട ഒരു ഇന്ത്യ അല്ല ഇന്നത്തെ ബൗണ്ടറി അല്ല. ഇന്നത്തെ ബൗണ്ടറി. പക്ഷെ അന്നത്തെ ബൗണ്ടറി ഹിന്ദു ദേശം എന്ന് പറയുമ്പം അഫ്ഗാനിസ്ഥാൻ അപ്പുറം വരെ ഉണ്ട്. കാരണം അതെല്ലാം പേർഷ്യൻ കിങ്ഡമാണ്. സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥലം മുഴുവൻ ഇന്ത്യയാണ്. ഇന്ത്യ എന്ന പേര് ഹിന്ദുദേശം. അതെ. പക്ഷെ 127 സംസ്ഥാനങ്ങളാണ് പറയുന്നത്. ഒരു ചില്ലറയല്ല. എവിടെ തൊട്ട് എവിടെ വരെ? ആഫ്രിക്ക തൊട്ട് ഇങ്ങു വരെ 127 സംസ്ഥാനങ്ങൾ അടക്കി വാണുകൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു അഹശ്വേരോശ്. അഹശ്വേരോശ് രാജാവിൻ്റെ 3-ാം ആണ്ടിൽ ഒരു വലിയ ഫീസ്റ്റ് നടക്കാം. അവരുടെ ജനറൽമാരും ഗവർണർമാരും അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ള എല്ലാ മഹത്തുക്കൾ, നോബിൾ ആൾക്കാർ എല്ലാവരും വന്ന് വലിയൊരു മദ്യപാനത്തിന്റെ പാർട്ടി നടക്കുക. അഹശ്വേരോശ് രാജാവിന്റെ 3-ാം ആണ്ടിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വസ്തിരാജ്ഞിയുടെ സൗന്ദര്യം കാണേണ്ടതിന് രാജാവ് വസ്തിരാജ്ഞിയോട് ഒരുങ്ങി വരാൻ പറഞ്ഞു. വസ്തിരാജ്ഞി ഇത് റിജക്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ ആ സ്ത്രീയെ, ആ മകളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, ആ വസ്തിരാജ്ഞി അത് റിജക്റ്റ് ചെയ്യാനുള്ളതിൻ്റെ കാരണം പാസ്റ്ററെ, മദ്യപിച്ച് കൂത്താടിയിരിക്കുന്നവൻ്റെ മുന്നിൽ പോയി സൗന്ദര്യം കാണിക്കാൻ പോകുന്നത് ഭോഷത്വം. രാജാവ് വിളിച്ചത് ഒരു ഭോഷത്വമായിരുന്നു. ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചു എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ദൈവം നന്മയ്ക്കായിട്ട് തീർത്തു എന്ന് പറയാം. ആ മകള് പറഞ്ഞു, ഞാൻ വരത്തില്ല, കുടിച്ചു കൂത്താടിയിരിക്കുന്ന മത്തരായിരിക്കുന്നവരുടെ മുമ്പിൽ പോകാൻ എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അവളെ സ്ഥാനഭ്രംഷ്ടയാക്കി. ഇത് കൂടെ നടന്ന കുറെ ആൾക്കാർ ആലോചന പറഞ്ഞു കൊടുത്ത. ആ കൂട്ടത്തിൽ ഹാമാനും ഉണ്ടായിരുന്നു, പക്ഷെ പേര് പരാമർശിച്ചിട്ടില്ല. ബിഗ്ദാനും തേരശും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ പേരെ പരാമർശിച്ചിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ ഹാമാന്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഹാമാനും ഉണ്ടായിരുന്നെന്നാണ് ചരിത്രങ്ങളിൽ കൂടെ നമുക്ക് കിട്ടാൻ പറ്റുന്നത്, വായിക്കാൻ പറ്റുന്നത്. പോട്ടെ, നമുക്ക് ബൈബിൾ പറയുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് പറഞ്ഞു കൊടുത്തു. അവസാനം രാജാവിന്റെ കോപം ശമിച്ചപ്പം ആരോ പോയി പറഞ്ഞു കൊടുത്തു,
രാജാവെ അങ്ങേക്ക് ഇപ്പൊ രാജ്യത്ത് രാജ്ഞിയില്ല, രാജ്ഞി ഒന്ന് വേണമല്ലോ. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും സൗന്ദര്യമുള്ള കൊള്ളാവുന്ന ഒരാളെ രാജാവ് തന്നെ തിരഞ്ഞെടുത്തു, കന്യകമാരെ ഞങ്ങൾ കൊണ്ടുതരാം. അങ്ങനെ കന്യകമാരെ ശേഖരിക്കാൻ പോയ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന ബാബിലോണിൽ വന്ന ഇസ്രയേലിൽ നിന്ന് വന്ന യഹൂദ വംശത്തിലുള്ള ഇവിടെ ജനിച്ചതാ, ബാബിലോണിൽ ജനിച്ച ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേര് ഹതാഷ എന്നായിരുന്നു. ഹതാഷ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം സ്റ്റാർ ഓഫ് ഈസ്റ്റ് എന്നാണ്. പക്ഷെ ഹതാഷയോട് പേര് മാറ്റി എസ്തേർ എന്നാക്കി. എസ്തേർ എന്ന് പേരാക്കിയിട്ട് മോർദേക്കായിയെ വളർത്തിക്കൊണ്ടിരുന്ന അപ്പനും അമ്മയും മരിച്ചു പോയതാണ്. മോർദേക്കായിയുടെ ചിറ്റപ്പൻ്റെ കൂടെ വളർന്നത്. പക്ഷേ അതിനകത്തൊരു ബ്യൂട്ടിഫുൾ കാര്യം കിടപ്പുണ്ട്. നമുക്കത് വരുമ്പോൾ പറയാം. അവിടെ വളർന്നു മോർദേക്കായി എസ്തേറിനെ പിടിച്ചുകൊണ്ട് പോകുമ്പം എസ്തേർ മോർദേക്കായിയോട് പറഞ്ഞൊരു വേർഡുണ്ട്, നീ പോകുമ്പം നിന്റെ കുലവും ജാതിയും ഏതാണെന്ന് നീ പറയല്ലേ. നമ്മളുള്ളത് നമ്മുടെ രാജ്യത്തല്ല, നിന്റെ കുലവും ജാതിയും ഏതാ നീ അറിയിക്കല്ലേ. പക്ഷെ മറ്റൊരു വേർഡും കൂടെ ഞാൻ അതിനകത്തോട് മനസ്സിലാക്കി, ഇങ്ങനെ നീ ഏത് കുലത്തിലെയാണെന്ന് മറന്ന് പെരുമാറുകയും അരുത്. പക്ഷേ നിന്റെ കുലവും ജാതിയും നീ അറിയിക്കരുത്. പക്ഷെ നീ ഏതാണെന്ന് മറന്ന്, നിന്റെ ജാതി ഏതാണെന്ന് മറന്ന് നീ പെരുമാറുകയും അരുത്. എസ്തേർ പോയി 4 വർഷം എസ്തേറിനെ ട്രീറ്റ്മെന്റ് ചെയ്തു. 4 വർഷം. നിങ്ങളിതൊക്കെ പറയുമ്പം ഇത് എവിടുന്നായി ചരിത്രം കിട്ടിയ? ബൈബിളിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. 12 മാസം സ്ത്രീജനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിനു വേണ്ടിയിട്ടുള്ള നിയമപ്രകാരം ചെയ്ത ശേഷം 6 മാസം മൂർത്തൈലം, 6 മാസം സുഗന്ധവർഗം, സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു വസ്തുക്കളെയും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും. ഓരോത്തിക്ക് അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ. 3-ാം ആണ്ടിൽ അഹശ്വേരോശ് രാജാവിന്റെ 3-ാം ആണ്ടിൽ എസ്തേറിനെ പിടിച്ചതാ. കാരണം വസ്തിരാജ്ഞി 3-ാം ആണ്ടിലാണ് താഴെ പോകുന്നത്. ആ ആണ്ടിൽ തന്നെ പിടിച്ചെന്ന് നമുക്ക് അനുമാനിക്കാം. ആ ആണ്ടിൽ തന്നെ കൊണ്ടുപോയി. കാരണം രാജാവിന്റെ കോപം ശമിച്ചപ്പം കൊണ്ടുപോയി. അങ്ങനെ പിടിച്ചോണ്ട് പോയതാ. എസ്തേർ രാജ്ഞിയാകുന്നത് അഹശ്വേരോശ് രാജാവിന്റെ 7-ാം ആണ്ടിലാണ്. 7-ാം ആണ്ടിൽ രാജ്ഞിയായി. ഇത് കഴിഞ്ഞു. 3-ാം അധ്യായം വരുമ്പോഴത്തേന് ഒരു ഉന്നത പദവിയിലേക്ക് ഒരാൾക്ക് പ്രമോഷൻ കിട്ടി. ആഗാഗ്യനായ ഹമദയുടെ മകൻ ഹാമാൻ. ആഗാഗ്യനായ ഹമദയുടെ മകൻ ഹാമാൻ. ഈ ആഗാഗം? ശൗൽ, കീശിന്റെ മകനായ ശൗൽ കൊന്നുകളയാൻ ദൈവം വിട്ട ശൗൽ പിടിച്ചോണ്ട് വന്നതാണ്. കീശിന്റെ മകനായ ബെന്യാമീൻ ഗോത്രത്തിലെ കീശിന്റെ മകനായ ശൗല് കൊല്ലാതെ പിടിച്ചോണ്ട് വന്ന അമാലേക്ക വംശത്തിൽപ്പെട്ട ആഗാഗിന്റെ വംശത്തിൽപ്പെട്ടതാണിത്. അമാലേക്ക വംശത്തിൽപ്പെട്ടതാ പക്ഷേ ഹാമാൻ. ദൈവം 950 വർഷങ്ങൾക്ക് പുറകെ വാൺ ചെയ്തതാ, നീ അവരെ നീക്കിക്കളയണം. അവന്റെ ഓർമ്മ പോലും ഭൂമി വെച്ചേക്കല്ല, അവനെ തുടച്ചു കളയണം. അവൻ നിനക്ക് കേടാ. നിന്റെ സന്തതികളെ, നിന്റെ കുടുംബത്തെ നശിപ്പിക്കും, നിന്റെ നന്മയെ തകർത്ത് കളയും. ദൈവം പല പ്രാവശ്യങ്ങളിൽ വാൺ ചെയ്തതാ. ഇസ്രയേൽ കേൾക്കാൻ താമസിച്ചു പോയി. അവസരം കിട്ടിയിട്ടും അത് ഉപയോഗിച്ചില്ല. അത് ദൈവസന്നിധിയിൽ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല. ഇങ്ങനെ പോയി. ഇപ്പം വേണ്ട അമാലേക്ക് വംശജം വന്നു. ചുരുക്കം പറഞ്ഞ അമാലേക്ക് വംശജം വന്നു. മോർദേക്കായി ഗേറ്റ് കീപ്പറാ. മോർദേക്കായി നമസ്കരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബഹുമാനിക്കുക എന്നുള്ളതല്ല, അവനെ വീട് കുമ്പിടണമെന്ന. ഈ യഹൂദന്റെ ഒരു കാര്യമുണ്ട് പക്ഷേ, അവന്റെ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കത്തില്ല. അവന്റെ ഒരു കാര്യമാണ്. എല്ലാവരെയും ബഹുമാനിക്കും, സ്നേഹിക്കും, കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമസ്കരിക്കുന്നത് ദൈവത്തെ മാത്രമേ ഉള്ളൂ. ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത്. ഇവിടെ പറഞ്ഞ എന്തുവാ? ഹാമാനെ നമസ്കരിക്കണം. അവനെ കുമ്പിടുന്നില്ല, അവനെ നമസ്കരിക്കുന്നില്ല. ഈ ഹാമാൻ കണ്ടുപിടിച്ചു, ഇവൻ ഏത് ജാതിയാ, ഇവൻ എന്തുകൊണ്ട് എന്നെ നമസ്കരിക്കാത്ത? കണ്ടുപിടിച്ചു, ഇവൻ യഹൂദ ജാതിയ. ഇവനെ ഒറ്റയ്ക്ക് കൊന്നാ മതി, കൂടിപ്പോയാൽ. ഒരാൾക്ക് വ്യക്തിപരമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ കൊന്നാ മതി. പക്ഷെ ഇത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല, ഇതൊരു സ്പിരിച്വൽ, ഒരു ഇറ്റേണൽ എനിമിറ്റിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു എനിമിറ്റിയാണ്. അവൻ തീരുമാനിച്ചു ഇവനോട് മാത്രമല്ല പകരം വീട്ടേണ്ടിയത്. ഈ 127 സംസ്ഥാനങ്ങളിലും പ്രൊവിനൻസിലും കിടക്കുന്ന ലക്ഷക്കണക്കിന് യഹൂദന്മാരെ ഒറ്റയടിക്ക് കൊന്നുകളാണ്. ഒറ്റയടിക്ക്. ഞാനിത് മനസ്സിലാക്കിയത്, പക്ഷേ ഇവന് മനസ്സിലാക്കി ഇവന് കൊടുത്തത്
ഇവൻ സേവിക്കുന്ന ഇവൻ്റെ യജമാനനായ ദുരാത്മാവ, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തിയാണ്. കാരണം ഇരുട്ടിൻ്റെ ശക്തിക്ക് എന്നും ദൈവം തെരഞ്ഞെടുത്തവനോട് വാശിയ, എന്നും ദൈവം തെരഞ്ഞെടുത്തവനോട് അവന് ജലസിയ, സ്പിരിറ്റ് ഓഫ് ജലസിയ. ഇതിപ്പം നടക്കുന്ന ശൂഷൻ രാജധാനിയിലാണ്. ശൂഷൻ രാജധാനിയിൽ ഈ സംഭവം ഒരാളോട് നടക്കുമ്പം പക്ഷേ ആഫ്രിക്കയിലുള്ള യഹൂദൻ എന്തോ എടുത്തു, ഇന്ത്യയിലുള്ള ഹിന്ദുദേശത്തുള്ള യഹൂദൻ എന്തോ എടുത്തു. അവിടെയുള്ള കുഞ്ഞുകുട്ടികളെ കൊല്ലണം, എന്നെ ഇവിടെ നമസ്കരിക്കാത്തെന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാവുള്ളേ, എന്ത് ലോജിക്കാവുള്ളേ? ആഫ്രിക്ക കിടക്കുന്ന യഹൂദനും അവരുടെ കുഞ്ഞുകുട്ടികൾ എന്തോ എടുത്തു. ഇപ്പുറത്ത് ഇവിടെ ഇന്ത്യയിലുള്ള അഫ്ഗാനിസ്ഥാനിൽ ഇവിടെയൊക്കെ വന്നിരിക്കുന്ന ഈ യഹൂദൻ എന്ത് എടുക്കണം? ഇത് ഈ എനിമിറ്റി ഉണ്ടാക്കിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ശത്രു പിശാചിൻ്റെ ഉണ്ടാക്കിയ എനിമിറ്റി ഇവനിൽ കൂടെ അത് വ്യാപരിക്കുക, ഇവനിൽ കൂടെ വ്യാപരിക്കുക. അതിന് വേറൊരു വേർഡ് പറഞ്ഞാൽ, പുതിയ നിയമത്തിൻ്റെ വേർഡ് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ അധികാരികൾ, അധിപതികൾ, അങ്ങനെ ഉള്ള വ്യക്തിയായിരുന്നു ഹാമാൻ. ഹാമാൻ നിയമം എഴുതാൻ തീരുമാനിച്ചു. ആ നിയമം എഴുതുന്ന ഡേറ്റ് ഒന്ന് നോക്കണം. ഒന്നാം മാസം 13-ാം തീയതി അവൻ ചീട്ടിട്ട് കണ്ടുപിടിച്ചു. ഈ ചീട്ടിടുക എന്ന് പറഞ്ഞാൽ നറുക്കിടുക എന്നല്ല വീടിൻ്റെ അർത്ഥം. ചീട്ടിടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മഷിയിട്ട് നോക്കി, അല്ലെങ്കിൽ സോഡിയാക് സയൻസ്, നക്ഷത്രങ്ങളോട് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള കവടി വഴി അങ്ങനെയൊക്കെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ കൂടെ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൾച്ചറിൽ കൂടെയോ അവരുടെ അന്നത്തെ രീതികളിൽ സോഡിയാക് സയൻസ് വഴി. ഫസ്റ്റ് അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാക്കാം. നമ്മൾ ഈ പക്ഷിശാസ്ത്രമൊക്കെ ചെയ്യുന്ന ആളുകളെ കിളിയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന പരിപാടിയില്ലേ? അതെ. അതായത് ഭാവി പറയാൻ വേണ്ടി ഓരോ ടൈപ്പ് ചീട്ടെടുക്കുക. ഇതുപോലെ ഈ പറഞ്ഞ ഹാമാനും രാജാവും എല്ലാം ആ വർഷത്തെ പ്ലാനിങ് അവരുടേതാകുന്ന ആ സംവിധാനം ഉപയോഗിച്ച്, അവരുടെ ഡിവിനേഷൻ സ്പിരിറ്റ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉപയോഗിച്ച് ഡിസൈഡ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ഈ മലയാളത്തിൽ അത് ചീട്ടിട്ട് എന്നുള്ള പദം ഉപയോഗിക്കാൻ കാരണം. അതെ അതെ, അല്ല നറുക്കിട്ടെടുത്തെന്നുള്ളതല്ല. അല്ല 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 പൂരെന്ന് പറയുന്ന ഒരു ചീട്ടിട്ടെന്ന. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വായിച്ചപ്പം മനസ്സിലാക്കിയത്, ഈ നമ്മുടെ അവിടെ ആ വേർഡിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാ, ഈ മത്സ്യം, കന്യക, വരാഹം എന്നൊക്കെ പറയുന്ന കുറച്ച് സിസ്റ്റം ഉണ്ടല്ലോ. ഇങ്ങനത്തെ സോഡിയാക് സയൻസുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവന്റെ ദൈവം ഇവന് വെളിപ്പെടുത്തി കൊടുത്തു. ചീട്ട് വീണു. എന്ന് യഹൂദിനെ തുടച്ചു കളയാൻ, മുടിച്ചു കളയാൻ പറ്റിയ ദിവസം എന്നറിയാമോ? പറ്റിയ ദിവസം 12-ാം മാസം 13-ാം തീയതി. ചീട്ടിട്ടതെന്നാ അവർ ചീട്ടിടുക 1-ാം മാസം 13-ാം തീയതി എന്ന് വെച്ചാൽ ആബീബ് മാസം അല്ലെങ്കിൽ നീസാൻ മാസം 13-ാം തീയതി ചീട്ടിട്ടു. അവന്റെ ദൈവം പറഞ്ഞു കൊടുത്തു യഹൂദനെ തുടച്ചു കളയാനുള്ള പറ്റിയ ദിവസം 12-ാം മാസം 13-ാം തീയതി. ഈ ഹാമാൻ ഇത് എല്ലാം ചെയ്തു. രാജാവിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, നിന്റെ രാജ്യത്ത് ഒരു ജനം കിടപ്പുണ്ട്. അവർ നിന്റെ സിസ്റ്റങ്ങളോട് അനുകൂലിക്കുന്നവരല്ല, അവർ മറ്റൊരു പ്രമാണമുള്ളവരാ. അവരെ ഒന്ന് കൊന്നു കളഞ്ഞേക്കാമെങ്കിൽ ഒരു 10,000 താലന്ത് വെള്ളി ഞാൻ അങ്ങോട്ട് തന്നേക്കാം. രാജാവ് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അത് നീ വെച്ചോ, നിനക്ക് തന്നെ ഞാൻ അധികാരം തന്നിരിക്കുന്നു. മോതിരം ഊരി കൊടുത്തു, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി പോയി തൻ്റെ യജമാനൻ, രാജാവിൻ്റെ കാര്യമല്ല പറയുന്നത്, അവൻ സേവിക്കുന്ന ദുരാത്മാവിൻ്റെ ഗൈഡൻസ് നിമിത്തം, കാരണം അമാലിക്ക് വംശത്തിലുള്ളവനാ, ഇവനെ സൂക്ഷിച്ചോ, ഇവൻ തല വെക്കുമോ എന്ന് ദൈവം പല നാളുകൾ തലമുറയായി പറഞ്ഞതാ, നാളുകൾ പറഞ്ഞതാ. ഇസ്രായേൽ കേട്ടില്ല. അവസാനം ഇവൻ എന്തോ എടുത്തെന്നറിയാമോ? ഒരു സ്ക്രൈബിനെ വിളിച്ചു, ഇതിൻ്റെ എഴുത്തെഴുതിച്ചു, എല്ലാം എഴുതിച്ച് 13-ാം തീയതി മുഴുവനും അവൻ ശൂഷൻ രാജധാനി കൊണ്ടുവന്ന് ഒട്ടിച്ചു. എല്ലാ ദേശത്തേക്കും കൊടുത്തുവിട്ടു. 127 സംസ്ഥാനങ്ങളിൽ കൊടുത്തുവിട്ടു. എന്തുവാ കൊടുത്തുവിട്ടെ? 12-ാം മാസം 13-ാം തീയതി വരുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് യഹൂദനെ കുഞ്ഞുകുട്ടികൾ ആബാലവൃത്തം മുടിച്ചു കളയുക, അവനെ തകർത്ത് കളയുക, ഇല്ലായ്മ ചെയ്യുക. ഇതാണ് അവൻ എഴുതിയത്. ഈ 1-ാം മാസമേ എഴുതി. ഇത് ശൂഷൻ രാജധാനി കൊണ്ട് ഒട്ടിച്ചു. 1-ാം മാസം 13-ാം തീയതി തന്നെ ഞാൻ പഠിച്ചിട്ട് കണക്ക് പ്രകാരം മോർദെഖായി ഇത് കണ്ടു. മോർദെഖായി ഇത് അങ്ങോട്ട് എടുത്തിട്ട് മോർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് അലറി കരഞ്ഞോണ്ട് കൊട്ടാരത്തിന്റെ പടിവാതിക്കൽ വരച്ചു. താൻ കൊട്ടാരത്തിന്റെ ഗേറ്റ് കീപ്പറാ അല്ലെങ്കിൽ വാതിൽ കാവൽക്കാരനാ. കൊട്ടാരത്തിൽ രട്ടുടുത്തോണ്ട് കയറാൻ പറ്റത്തില്ല. അവിടോട്ട് കയറി ചെന്നു കരയാൻ തുടങ്ങി, അലറി കരയാൻ തുടങ്ങി. ഈ വിഷയം കൊട്ടാരം മൊത്തം, ഈ ശൂഷൻ രാജധാനി മൊത്തം ഒട്ടിച്ചപ്പോൾ 1-ാം മാസം 13-ാം തീയതി. പക്ഷേ അടുത്ത ദിവസം
പെസഹായ നടക്കേണ്ടതാ. 1-ാം മാസം 14-ാം തീയതി പെസഹായ. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് പെസഹായ അവരുടെ പെസഹ നടക്കേണ്ട സമയമാണ്. പക്ഷെ 13-ാം തീയതി തൊട്ട് യഹൂദൻ കരഞ്ഞുകൊണ്ട് മൊർദെഖായി ചെന്നു. എസ്തേർ അറിഞ്ഞു വസ്ത്രം കൊടുത്തു വിട്ടു. മൊർദെഖായി അത് സ്വീകരിച്ചില്ല, വസ്ത്രം തിരിച്ചു കൊടുത്തു വിട്ടു. രണ്ടാമത് മൊർദെഖായി എസ്തേർ പിന്നെയും വേറെ ആളിനെ വിട്ടു, ഒരു ഷണ്ണനെ വിട്ടു. ഇങ്ങോട്ട് വിട്ടപ്പം മൊർദെഖായി ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, ദേണ്ട ഇപ്പം എന്താണ് ഇങ്ങനെയല്ല എഴുതിയിരിക്കുക, യഹൂദനെ മൊത്തം കൊന്നു മുടിച്ചു കളയാൻ നിയമം എഴുതിയിരിക്കുക. നീ ഇപ്പം കൊട്ടാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാ യഹൂദന്മാരിലും വെച്ച് നീ രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. ഇപ്പം നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷ വേറെ എവിടുന്നെങ്കിലും വരും, പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. എന്തിനാ മൊർദെഖായി ഇത് പറഞ്ഞത്? എസ്തേർ പറഞ്ഞു, കണക്ക് പ്രകാരം നോക്കിയാൽ, അല്ലെങ്കിൽ ദൈവവചനം ഒന്ന് പഠിക്കുമ്പോഴും ഫീസ്റ്റുകളുടെ കണക്കുകളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 15-ാം തീയതി എസ്തേർ വന്ന് പറഞ്ഞു. 14-ാം തീയതി പെസഹയായിരുന്നു. അന്ന് മൊർദെഖായി കരയുക. 15-ാം തീയതി എസ്തേർ വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എനിക്ക് രാജാവിൻ്റെ അടുക്ക ചെല്ലാൻ അനുവാദമില്ല, 30 ദിവസത്തേന് ചെല്ലാൻ അനുവാദമില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഉപവസിക്കാം. മൊർദെഖായിയോട് പറഞ്ഞു, യഹൂദന്മാരോട് പറ ഉപവസിക്കാൻ, ഞാനും എൻ്റെ തോഴിമാരും ഉപവസിക്കാം. എസ്തേറും മൊർദെഖായിയും യഹൂദന്മാരും അറിഞ്ഞവർ ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തുടങ്ങി. പക്ഷേ 15-ാം തീയതി 14-ാം തീയതി പെസഹായുടെ ദിവസങ്ങളാണ് ഈ കരച്ചിലും നിലവിളിയും ഉണ്ടാകുന്നത്. പെസഹ എന്തുവാ? രക്തത്തിൻ്റെ അകത്ത് മറയുന്നവർക്ക് വേണ്ടി സംഹാരകനെ മരണത്തെ നീക്കുന്നതാണ്. രക്തത്തിൻ്റെ അകത്ത് മറയുന്നവർക്ക് വേണ്ടി സംഹാരകനെ നീക്കുന്നതാണ്. പെസഹ കഴിഞ്ഞ് 15-ാം തീയതി തൊട്ട് ഉപവാസം തുടങ്ങി. 15, 16, 17 3-ാം ദിവസം എത്തിയപ്പം എസ്തേർ കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ തുടങ്ങി. അന്തപുരത്തിൽ ചെന്നു. കൊട്ടാരത്തിൽ ചെല്ലാൻ പെർമിഷനില്ല. കൊട്ടാരത്തിൽ ചെന്ന് ഉലാവുന്ന സമയത്ത് രാജാവ് കണ്ടു, പൊൻചങ്കോൽ നീട്ടി അതിൽ പോയി പിടിച്ചു. എസ്തേറിനോട് ചോദിച്ചു, നിനക്ക് എന്തു വേണം? രാജ്യത്തിൻ്റെ പകുതിയോളമാണെങ്കിലും ഞാൻ തരാം. എസ്തേർ പറഞ്ഞു, അങ്ങനെ ഒന്നും തിരുവുള്ളം ഉണ്ടെങ്കിൽ ഞാൻ ഒരുക്കിയ ഒരു ഫീസ്റ്റിന്, ഒരു വിരുന്നിന്, ഒരു ബാങ്കറ്റിന് അങ്ങ് വരണം. അങ്ങ് വരുമ്പോൾ അങ്ങ് തന്നെ വരല്ലേ, ഈ ഹാമാനെ കൂടെ കൊണ്ടുവന്നു. ആ ഫീസ്റ്റിന് രാജാവും ഹാമാനും കൂടെ പോയി. പക്ഷെ ഇത് 1-ാം മാസം തന്നെയാണ് നടക്കുന്നത്. ഇത് എഴുതി അത് കഴിഞ്ഞ് അടുത്ത ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് സംഭവം നടക്കാം. വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ രാജാവ് ചോദിച്ചു, ഫീസ്റ്റിന് ചെന്നു, രാജ്ഞിയുടെ ഫീസ്റ്റിന് ചെന്നപ്പോൾ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടിയേ? രാജ്യത്തിൻ്റെ പകുതിയോളമാണെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ രാജ്ഞി പറഞ്ഞു, ഇല്ല രാജാവേ, നാളെയും കൂടെ ഞാൻ ഒരുക്കുന്ന ഫീസ്റ്റിന് വരണം. നാളെ അത് ഞാൻ പറയാം. നാളെയും കൂടെ ഞാൻ ഒരുക്കുന്ന ഫീസ്റ്റിന് വരണം. ഹാമാനെ കൊണ്ടുവരണം. എൻ്റെ വാക്യം പറഞ്ഞാൽ ഈ ഹാമാനെ വിടല്ലേ, പുള്ളിയെ പ്രത്യേകിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കാണും. കാരണം അവനാണ് ഇതിനകത്തെ മെയിൻ ആള്. അവനെ കൊണ്ടുവരണം. അടുത്ത ദിവസം അന്ന് 1-ാം ദിവസത്തെ ഫീസ്റ്റ് കഴിഞ്ഞ്, രാജ്ഞിയുടെ ഫീസ്റ്റ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ മൊർദെഖായി ഇതേണ്ട് വാതിക്കലിരിക്കുന്നു, നമസ്കരിക്കുന്നില്ല. ഇത്രേ സന്തോഷവും ഒക്കെ ഉണ്ടായി പോയി. അവിടെ ചെന്ന് നേരെ വീട്ടിലോട്ട് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ എസ്തേർ രാജ്ഞിയുടെ ഫീസ്റ്റിന് എന്നെയും രാജാവിനെ മാത്രമേ വിളിച്ചുള്ളൂ. അവിടെ ഒത്തിരി പേരുണ്ടായിട്ട് എന്നെ മാത്രമേ വിളിച്ചുള്ളൂ. ഭയങ്കര സന്തോഷമുണ്ടെങ്കിലും എനിക്കൊരു സമാധാനമില്ലെന്ന് ഈ ഹാമാൻ പറഞ്ഞു കാണും. ഹാമാനോട് അന്ന് രാത്രി തൻ്റെ ഭാര്യ പറഞ്ഞു കൊടുത്തു, സേരസ് ഒരു കഴുകുമരം ഉണ്ടാക്കി അവനെ തൂക്കിക്കളയാൻ. അന്ന് രാത്രി കൊണ്ട് കഴുകുമരം ഉണ്ടാക്കി. ഞാൻ ആ സംഭവങ്ങൾ അങ്ങ് ചുരുക്കട്ടെ പാസ്റ്ററെ. കഴുകുമരം ഉണ്ടാക്കി. രാവിലെ പോയി തൂക്കിക്കളയാൻ പെർമിഷൻ എടുക്കാൻ പോയതാ. അന്ന് രാത്രി തലേ രാത്രി രാജാവ് ഉറങ്ങിയിട്ടില്ലായിരുന്നു. രാജാവിൻ്റെ ഉറക്കം പോയി. രാജാവിന് ഉറക്കമില്ലാതിരിക്കുമ്പോൾ രാജാവ് ചോദിച്ചു, ഒരു ബുക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ആരോ പോയി. പക്ഷേ ഇതിപ്പം കണക്ക് പഠിച്ചാൽ 10-ാം ആണ്ടിലെങ്ങാണ്ടാണ് നടക്കുന്നത്. ഏകദേശം അല്ല, 10-ാം ആണ്ടിലാണ് ഹാമാന് സ്ഥാനക്കയറ്റം കിട്ടുന്നത്. 10-ാം ആണ്ട് കഴിഞ്ഞു. 7-ാം ആണ്ടിലെങ്ങാണ്ട് നടന്ന ഒരു ചരിത്രത്തിന്റെ ബുക്ക്, ദിനവൃത്താന്ത പുസ്തകം. എന്തുവാ ചരിത്രം? രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ 2 പേര് വാതിക്കലിരുന്ന് പറഞ്ഞു. അത് മൊർദെഖായി കേട്ടു. മൊർദെഖായി അത് എസ്തേറിനെ അറിയിച്ചു. എസ്തേർ അത് മൊർദെഖായിയുടെ പേരിൽ രാജാവിനെ അറിയിച്ചു. രാജാവ് അത് ശോധന ചെയ്തപ്പം കറക്റ്റാ. അറിഞ്ഞു, അവരെ തൂക്കിക്കളഞ്ഞു. അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
പക്ഷെ രാജാവ് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ മൊർദെഖായിക്ക് എന്തെങ്കിലും അതിന് പ്രതിഫലം കൊടുത്തോ എന്ന് ചോദിച്ചു. ഒരു പ്രതിഫലം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ 3-4 വർഷത്തിന് പുറകിൽ നടന്ന ചരിത്രങ്ങളുള്ള ബുക്ക് അന്നേരം എങ്ങനെ ആ ലൈബ്രറിയിൽ ആ ദിനവൃത്താന്ത പുസ്തകം ഉള്ളിടത്ത് കയറിയപ്പം ഈ ബുക്ക് എങ്ങനെ കണ്ണിപ്പെട്ടു? രാജാവ് അതോടുകൂടി ഉറങ്ങി. ഇതൊക്കെ മഹാരാജാവായ ദൈവം ചെയ്യുന്നതല്ലാതെ വേറെ ആർക്ക് ചെയ്യാൻ പറ്റും? രാജാവ് തീരുമാനിച്ചു, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പം മൊർദെഖായിയെ മാനിക്കണം. പക്ഷെ സെയിം ടൈം ഹാമാൻ കഴുകുമരം ഉണ്ടാക്കുക, മൊർദെഖായിക്ക് വേണ്ടി കഴുകുമരം ഉണ്ടാക്കുക. അവസാനം രാജാവിൻ്റെ അടുക്ക പെർമിഷൻ ചോദിക്കാൻ രാവിലെ വന്നതാ. കാര്യങ്ങളെ തിരിച്ചു മറിഞ്ഞു. രാജാവ് ചോദിച്ചു, രാജാവ് മാനിക്കാനിരിക്കുന്ന പുരുഷനെ എന്ത് ചെയ്യുമെന്ന്. അന്നേരം പറഞ്ഞു, രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് കയറണം, വസ്ത്രമിടണം, കിരീടം വെക്കണം, ചെങ്കോല് കയറ്റണം, ചെങ്കോല് കൊടുക്കണം, നോബിളായിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് നോബിളായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഈ കുതിരയുടെ മുമ്പിൽ വിളിച്ചു പറയിപ്പിക്കണം, രാജാവ് മാനിക്കാനിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന്. ഇതെല്ലാം പറഞ്ഞു. രാജാവ് പറഞ്ഞു, നീ പറഞ്ഞതിൽ ഒന്നുപോലും കുറയ്ക്കല്ല, ഒന്നുപോലും കുറയ്ക്കല്ല. നീ മാത്രമേ ചെയ്യാവൂ. വിളിച്ചു പറയുന്നതിന് എൻ്റെ ഭാഷ പറഞ്ഞ വേറെ ആരെയും വിളിക്കല്ലേ. നീ ഡിലേയും റിവേർബും ഒന്നും ഇട്ട് കുളമാക്കല്ലേ. നീ തന്നെ ഉറക്കെ വിളിച്ചു പറയണം, നാട്ടുകാർ മൊത്തം കേൾക്കണം. നീ തന്നെ വിളിച്ചു പറയാം, വേറെ ആരെയും വിളിക്കല്ലേ. ആണ്ട് ആ വാതിക്കൽ ഇരിക്കുന്ന മൊർദെഖായിക്ക് പോയി ചെയ്തോളാം. ഈ പുള്ളി രാവിലെ എന്തിനു വന്നതാ? ഈ പുള്ളി ആമാൻ വന്നത് മൊർദെഖായിയെ തൂക്കിക്കളയാനുള്ള പെർമിഷൻ എടുത്ത. പക്ഷെ നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ 8ന്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പണി. 8ന്റെ പണി കിട്ടുമെന്ന് പറഞ്ഞ ഹാമാന് അവസാനം മൊർദെഖായിയെ കുതിരപ്പുറത്ത് കയറ്റി, വസ്ത്രമിടിച്ചു, ചെങ്കോല് കൊടുത്തു, കിരീടം വെപ്പിച്ചു. ഈ മൊർദെഖായിയുടെ മുമ്പിൽ ഇവൻ തന്നെ വിളിച്ചു പറയേണ്ടി വന്നു. വിളിച്ചു പറഞ്ഞു രാവിലെ എല്ലാ ആ ശൂഷൻ രാജധാനി മൊത്തം വിളിച്ചു പറഞ്ഞു കാണും. വിളിച്ചു പറഞ്ഞിട്ട് പുള്ളി കൊണ്ടുവന്ന് പട്ടണവാതിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ വാതിക്കലോട്ട് വിട്ടിട്ട് പുള്ളി ഓടി വീട്ടിലോട്ട് പോയി കാണും, ഒരു ചൂട് കാപ്പി ചുക്ക് കാപ്പി കുടിക്കാം. കാരണം തൊണ്ട കയറി വിളിച്ചു പറഞ്ഞതല്ലേ. അങ്ങോട്ട് ചെന്നപ്പം ഭാര്യ ചോദിച്ചു കാണും, എന്താ പറ്റി, നിങ്ങൾ ലേറ്റായ, വരാൻ താമസിച്ചല്ലോ. കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം പുള്ളി ഇങ്ങനെ ശ്വാസം കിട്ടാതെ അവിടെ ഇരിക്കുമ്പം ആ ഭാര്യ പറയുക, ഇന്നലെ ആ ഭാര്യ പറഞ്ഞത് കഴുകുമരം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞ 12 മണിക്കൂർ കഴിഞ്ഞില്ല. ഈ ഭാര്യ ഇപ്പം പറയുക, സേരസ് പറയുക, അവനൊരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ലെന്ന്. ഇന്നലെ എന്താ ഈ ബോധം വരാഞ്ഞ്? അവനൊരു യഹൂദൻ എന്നുള്ള ബോധം ഇന്നലെ എന്താ വരാഞ്ഞ്? അല്ലേ? ഈ മകള് തന്നെയാ പറഞ്ഞു കൊടുത്തേ അവനെ അങ്ങ് തൂക്കിക്കളഞ്ഞേക്കാൻ. ഇപ്പം പറയാം അവനൊരു യഹൂദനാണ്, നീ ജയിക്കത്തില്ല, നീ അവൻ്റെ മുമ്പിൽ വീണു തുടങ്ങിയെന്ന്. ആ ചുക്ക് കാപ്പി അടങ്ങാണ്ട് എടുത്തു വെച്ച് കാണും. പക്ഷെ അത് കുടിക്കാൻ മറന്നുപോയി കാണും. എൻ്റെ ഭാഷയിലും ഭാവനയിലും അങ്ങ് പറയുക കേട്ടോ. അവിടെ ശ്വാസം വലിച്ചിരിക്കുക, ഇതെന്തോ സംഭവിക്കുന്നുള്ള ശ്വാസം വലിച്ചിരിക്കുക. പെട്ടെന്ന് ആൾക്കാർ വന്ന് പറഞ്ഞു, രാജ്ഞിയുടെ ഫീസ്റ്റ് 2ാം ദിവസത്തിൽ തുടങ്ങാറായി, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അവിടെ വെച്ചിരുന്ന ഈച്ച വീണ ആ ചുക്ക് കാപ്പി എടുത്ത് കുടിച്ച് കാണും. ഈച്ചയൊക്കെ വീണ, കാരണം തണുത്ത് പോയി കാണും. പുള്ളിക്ക് എന്തോ സംഭവിക്കുന്ന ഒന്നും അറിയത്തില്ല. ആവേശം മൂത്തൊരു പരവേശമായി കാണും. പുള്ളിക്കാരൻ ഫീസ്റ്റിന് പോയി. 2ാമത്തെ ദിവസം ഫീസ്റ്റിന് ചെന്നു. പക്ഷെ അത് കണക്ക് പഠിച്ചാൽ പെസക കഴിഞ്ഞു ഉയർപ്പിൻ്റെ പകല. അത് ഉയർപ്പിൻ്റെ പകല. ഇന്നലത്തെ ഫീസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ശബത്തിലാണ് വരുന്നത്. ശബത്ത് കഴിഞ്ഞാൽ ആദ്യബലക്കറ്റയുടെ പെരുന്നാളാണ്, അല്ലേ? പെസക കഴിഞ്ഞ് ഫീസ്റ്റിൻ്റെ കണക്കുകൾ എങ്ങനെ വരുന്നത്? പെസക കഴിഞ്ഞാൽ അത് കഴിഞ്ഞ 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു ശബത്ത് വരും. ശബത്ത് വന്നു കഴിഞ്ഞാൽ അതിന് അടുത്ത ദിവസമാണ് ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ. പുറപ്പാട് പുസ്തകത്തിലെ കണക്കും യഹൂദന്മാരുടെ കണക്കുകളിൽ കൂടെ പഠിച്ചാൽ 14-ാം തീയതി ആണ് പെസക വരുന്നതെങ്കിൽ 18-ാം തീയതിയാണ്. 18 എന്ന് പറഞ്ഞാൽ ഡേറ്റ് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ശബത്തിൻ്റെ അടുത്ത ദിവസമെന്നേ പറഞ്ഞിട്ടുള്ളൂ. 18-ാം തീയതിയാണ് ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ വരുന്നത്. ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ അല്പം കാര്യമായിട്ട് ബൈബിളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചരിത്രങ്ങളിൽ കൂടെ കൾച്ചറുകളിൽ കൂടെ പഠിച്ചു. 18 എന്ന് പറഞ്ഞ ഡേറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 2ാമത്തെ ഫീസ്റ്റ് വരുന്നത് ആദ്യബലക്കറ്റയുടെ പെരുന്നാളിൻ്റെ അന്നാണ്. ആദ്യബലക്കറ്റയുടെ പെരുന്നാളിൻ്റെ അന്ന് ഫീസ്റ്റിന് ചെന്നു. രാജാവ് ചോദിച്ചു, രാജ്ഞി നിനക്ക് എന്തു വേണം, നീ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. രാജ്ഞി പറഞ്ഞു, ഞങ്ങളെ അടിമയായി വിറ്റ് കളഞ്ഞായിരുന്നെ, ഞങ്ങളുടെ വൈരിക്ക് വിറ്റ് കളഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രതിശാന്തി ചെയ്ത് വീണ്ടു കൊള്ളാൻ പറ്റുമായിരുന്നെങ്കിൽ വീണ്ടു കൊള്ളുമായിരുന്നു. പക്ഷെ എന്തിനാ രാജാവേ, ഞങ്ങളെ വിറ്റ് കളയാതെ ഞങ്ങളെ കൊന്നു മുടിച്ച് കളയേണ്ടതിന് ഞങ്ങളുടെ വൈരിക്ക് എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചു. രാജാവ് ചോദിച്ചു, ആര് വിറ്റു, എപ്പം വിറ്റു, എന്തുവാ സംഭവിച്ചേ? രാജ്ഞി അവരുടെ എല്ലാം മുന്നോച്ച് പറഞ്ഞു.
ഹാമാനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന ഹാമാന, ആ ദുഷ്ടനും വൈരിയുമായ ആ വ്യക്തി ഇവനാന്ന് പറഞ്ഞു. രാജാവിന് കാര്യം പിടുത്തം കിട്ടി. രാജാവ് അന്തഃപുരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി, ഉദ്യാനത്തിലേക്ക് പോയി. തിരിച്ചു മടങ്ങി വരുമ്പം കാണുന്നത്, ഹാമാന് മനസ്സിലായി ഇനി രാജ്ഞിയുടെ കാലേ വീണെങ്കിലേ രക്ഷയുള്ളൂ. പുള്ളി സുബോധം പോയി. രാവിലെ തന്നെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഹാമാന്റെ എല്ലാം പോയി കിടക്കുക. പുള്ളി ഇപ്പം രാജ്ഞി ഇരുന്ന പള്ളിമെത്തയിൽ പോയി വീണ് കിടന്നു, രാജ്ഞിയുടെ അടുക്കൽ വീണ് കിടന്നു. രാജാവ് കയറി വരുമ്പം കാണുന്ന കാഴ്ച, ഹാമാൻ രാജ്ഞിയുടെ മെത്തയിൽ വീണ് കിടക്കുന്നു. രാജാവ് ഒറ്റ ചോദ്യം ചോദിച്ചു. ചോദിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇവന്റെ മുഖം മൂടിയെന്ന. പക്ഷേ ഹാമാനെ ആ കഴുകുമരത്തിൽ തന്നെ, മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുകുമരത്തിൽ തന്നെ തൂക്കിക്കളഞ്ഞു. ഇതെന്നാ തൂക്കിക്കളഞ്ഞ്? 1-ാം മാസം ഏകദേശം 18-ാം തീയതി, 1-ാം മാസത്തിന്റെ 18-ാം തീയതി 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞു. അടുത്ത ദിവസം 4-ാം ദിവസം അവനെ തൂക്കിക്കളഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എസ്തേർ മൊർദെഖായിയോടുള്ള ബന്ധവും എല്ലാം അറിയിച്ചു. ഹാമാന്റെ സ്ഥാനം മൊർദെഖായിക്ക് കിട്ടി. ഹാമാന്റെ മുദ്രാമോതിരവും മൊർദെഖായിക്ക് കിട്ടി. മൊർദെഖായി ഇപ്പോൾ ഉന്നത പദവിയിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. മൊർദെഖായിയും എസ്തേറും കൂടെ വീണ്ടും രാജാവിനോട് എന്ന് പറഞ്ഞു, രാജാവേ, ഇങ്ങനെ നിയമം എഴുതി 127 സംസ്ഥാനങ്ങളിൽ അയച്ചിട്ടുണ്ട്. ഇത് എത്തുമ്പോഴത്തേന് 3-ാം മാസം എത്തി. പാസ്റ്ററെ, 3-ാം മാസം എത്തിയപ്പോഴത്തേന് പറഞ്ഞു, എല്ലാം അയച്ചിട്ടുണ്ട്. പറഞ്ഞു, ഇനി ആ നിയമം മാറ്റാൻ പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കിയിട്ട് എസ്തേറിനും മൊർദെഖായിക്കും ദൈവം ഭയങ്കര ജ്ഞാനം കൊടുത്തു. പക്ഷെ രാജാവിനോട് സംസാരിച്ചിട്ട് അവരാ നിയമത്തിന്റെ മേലിൽ ഒരു നിയമം എഴുതാൻ, 127 സംസ്ഥാനങ്ങളെ തൊടുന്ന ഒരു നിയമത്തിന്റെ മേലിൽ മറ്റൊരു നിയമം എഴുതാൻ ദൈവം അവരുടെ ചിന്തകളെ തൊട്ടു, അനുഗ്രഹിച്ചു. അവരൊരു നിയമം എഴുതി. 12-ാം മാസം 13-ാം തീയതി ഏതെങ്കിലും യഹൂദനെ നിങ്ങളെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവനെ കയ്യേറ്റം ചെയ്തോളാൻ രാജാവ് ഉത്തരവാക്കിയിരിക്കുന്നു. അവിടെ ഇപ്പൊ അടിയിൽ ഹാമാനെ നല്ല എഴുതിയേക്കുന്നത്, ഇപ്പൊ മൊർദെഖായി എന്ന് എഴുതി. ഹാമാന്റെ പേര് വെട്ടി. ഹാമാൻ മരിച്ചു, ഹാമാനെ തൂക്കിക്കളഞ്ഞു. ഹാമാന്റെ പേര് വെട്ടി. ബൈബിള് ചരിത്രം പറയുന്നത്, ഇത് മൊർദെഖായി കൊട്ടാരത്തിൽ ഉന്നതനായി, എസ്തേർ ക്യൂനായി എന്ന് അറിഞ്ഞിട്ട് പലരും യഹൂദന്മാരായെന്ന, ഭയപ്പെട്ട് യഹൂദന്മാരായി. 12-ാം മാസം 13-ാം തീയതി വന്നു പാസ്റ്ററെ. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ മാർച്ച് മാസം എത്തി. 12-ാം മാസം 13-ാം തീയതി എത്തിയ സമയത്ത് അപ്പോഴത്തേന് യഹൂദന്മാർ പ്രബലപ്പെട്ടു. യഹൂദന്മാർ തീരുമാനിച്ചു, മൊർദെഖായിയും എസ്തേറും അവർക്കെല്ലാം യഹൂദന്മാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഗാഗ്യ വംശജരായ അല്ലെങ്കിൽ അമാലേക്ക വംശജരായ മൊത്തം പേരെ തൂത്തുപറക്കി 127 സംസ്ഥാനങ്ങളിൽ നിന്ന് കൊന്നുകളഞ്ഞു. 127 സംസ്ഥാനങ്ങളിൽ. ബൈബിൾ എഴുതിയേക്കുന്നത് 8-ാം അധ്യായത്തിൽ 75,000 പേരെ കൊന്നുകളഞ്ഞു. 75,000 പേരെ അല്ലേ? അതിൻ്റെ എനിക്ക് തോന്നുന്നു 9-ാം അധ്യായമാണെന്ന് തോന്നുന്നു. 9-ാം അധ്യായത്തിൻ്റെ ഒന്ന് വായിക്കട്ടെ. 16-ാം വാക്യം. രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ശേഷം യഹൂദന്മാർ ആദാർ മാസം 13-ാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രാമം പ്രാപിച്ചു. അവർ തങ്ങളുടെ വൈരികളിൽ 75,000 പേരെ കൊന്നുകളഞ്ഞു, എങ്കിലും കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല. 75,000 പേരെ കൊന്നുകളഞ്ഞു. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പം 75,000 പേരെ കൊന്നുകളഞ്ഞു. രാജാവ് ചോദിച്ചു, അടുത്ത ദിവസവും രാജ്ഞിയും മൊർദെഖായും കൂടെ വീണ്ടും കൊട്ടാരത്തിൽ ചെന്നു. ചോദിച്ചു, ഇനി നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ കൊന്നതുപോലെ ഞങ്ങൾക്ക് ഇന്നും കൂടെ ചെയ്യാൻ ഒരു അവസരം തരണമെന്ന് പറഞ്ഞു. എന്തിനാ ഈ അവസരം ചോദിച്ചതെന്നറിയാമോ? ചോദിച്ചത്, ഹാമാന്റെ വേറെ പുത്രന്മാരുണ്ട്, ഇനി 2. ഇത് പറയുന്നതിന് മുമ്പേ മൊർദെഖായിയുടെ ജീനിയോളജി അറിയണം പാസ്റ്ററെ. മൊർദെഖായിയുടെ ജീനിയോളജി എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം അമാലേക്കിനെ നീക്കിക്കളയാൻ ആർക്ക് അധികാരം കൊടുത്തിരുന്നേ? ബെന്യാമീൻ ഗോത്രത്തിലെ കീശിന്റെ മകനായ ശൗലിന് കൊടുത്തിരുന്ന നിയോഗമാണ്. പക്ഷെ പുള്ളി ആഗാഗിനെ വെച്ചിരുന്നു. ആഗാഗിനെ കൊന്നില്ല, ജീവനോടെ പിടിച്ചോണ്ട് വന്നു. ഇപ്പം നാളുകൾ കഴിഞ്ഞു.
നാളുകൾ കഴിഞ്ഞു. ഏകദേശം 600-700 വർഷം കഴിഞ്ഞു. ഏകദേശം 650 വർഷമെങ്കിലും കഴിഞ്ഞു. ഇപ്പം നോക്കിയ ജീനിയോളജി നോക്കണം, അതാണ് അതിൻ്റെ ബ്യൂട്ടി. എന്നാൽ ശൂഷൻ രാജധാനിയിൽ ബെന്യാമീനായ കീശിൻ്റെ മകനായ ശിമയുടെ മകനായ യായീരിൻ്റെ മകനായ മൊർദെഖായി എന്ന് പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നത്. പക്ഷേ ജീനിയോളജി കേട്ടായിരുന്നോ? അതൊരു വലിയ ബ്യൂട്ടിഫുൾ അല്ലേ പക്ഷേ? ബെന്യാമീൻ ഗോത്രത്തിലെ കീശിൻ്റെ മകൻ, കീശിൻ്റെ മറ്റൊരു മകനായിരുന്നു ശൗല്, കീശിൻ്റെ മകനായ ശിമയുടെ മകനായ യായീർ, യായീരിൻ്റെ മകനായ മൊർദെഖായി. എസ്തേർ ആരാന്നേരം എന്ന് പറഞ്ഞാൽ ശൗലിന്റെ സഹോദരനാണ് ശിമയി. അതെ, ശൗലിന്റെ സഹോദരന്റെ കൊച്ചുമകനാണ് മൊർദെഖായി. പക്ഷെ കീശിന്റെ തലമുറയിൽ നിന്നുകൊണ്ട് ശൗലിന് വന്നു. ആ നിയോഗം അവന് ചെയ്യാതെ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാവീദിന്റെ സന്തതിയിൽ നിന്നുകൊണ്ടാണ് ജീനിയോളജി പഠിക്കുമ്പോൾ യേശു കർത്താവ് ജനിക്കേണ്ടത്. അത് ശലോമോന്റെ ലൈനിൽ കൂടെ ആയിരുന്നു വരേണ്ടത്. പക്ഷെ ശലോമോന്റെ ലൈനിൽ വന്നില്ല. ശലോമോന്റെ ലൈനിൽ നിന്ന് ജീനിയോളജിക്കലി അത് വരാതെ ബാബേൽ പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പേ യോഹക്കിയാം രാജാവിന്റെ കാലത്ത് യെരമ്യാ പ്രവാചകൻ ദാവീദിന്റെ ലൈനിലുണ്ടായിരുന്ന ഈ മ്ലേച്ഛത പ്രവർത്തിച്ച ശലോമോന്റെ കൊച്ചു മക്കളിൽ വന്ന ആ രാജാവിനെ ശപിച്ചെന്ന യെരമ്യാ പുസ്തകം 22 കിടപ്പുണ്ട്. ഇനി ഒരിക്കലും നിനക്ക് ശുഭം വരികയില്ല, ഞാൻ ദാവീദിനോട് ഈ കവനന്റ് ചെയ്തു, ഇനി ദാവീദിന്റെ സന്തതികളിൽ നിന്ന് ഇസ്രയേലിന് ഭരിക്കാൻ ഒരുത്തന് ശുഭം വരികയില്ലെന്ന് പറഞ്ഞു. അവിടം തൊട്ട് ഇസ്രയേലിന് ദാവീദ് രാജാവിന്റെ വംശത്തിലുള്ള രാജാക്കന്മാരില്ല. പക്ഷേ വാഗ്ദത്ത സന്തതി ദാവീദിന്റെ യേശു കർത്താവ് ദാവീദിന്റെ സന്തതിയായി ജനിക്കണം. ഈ റൂട്ട് നാഥാനിൽ കൂടെ പോയി. നാഥാന്റെ ലൈനി വന്നു. ശലോമോന്റെ ലൈനി വരാതെ നാഥാന്റെ ലൈനി വന്നു. നാഥാന്റെ ലൈനി വരുന്നതാ മറിയ, ശലോമോന്റെ ലൈനി വരുന്നതാ ജോസഫ്. ജീനിയോളജി ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും എഴുതിയിട്ടുണ്ട്. രണ്ടുപേരുടെ ലൈന. അതിനെക്കുറിച്ചും പല ആശയങ്ങളുണ്ട്. പക്ഷേ ജനറലി ഒന്ന് ജോസഫിന്റെ ലൈനും ഒന്ന് മറിയയുടെ ലൈനും. ഇപ്പൊ നോക്കിയേ, കീശിന്റെ മകനായ ശൗലിന് വന്നതാ. പക്ഷേ മൊർദെഖായി ആ ലൈനി വരുന്നതാ. അപ്പൊ എസ്തേറിന്റെ ചിറ്റപ്പനാ മൊർദെഖായി. ഇത് യഹൂദന്റെ കുഞ്ഞുങ്ങൾ അവരുടെ ജീനിയോളജി പഠിച്ചിരിക്കണമെന്ന്. യഹൂദന്റെ കുഞ്ഞുങ്ങൾ അവരുടെ ജീനിയോളജി പഠിച്ചിരിക്കണം. 13ാമത്തെ വയസ്സെത്തുന്നതിന് മുമ്പേ, ഇപ്പം ബാബിലോണിലാണ്, ചരിത്രങ്ങളൊക്കെ ശരിയാ, ബാബിലോണിലാണ്, ഇസ്രയേലല്ല. പക്ഷെ എന്നാലും അവരുടെ ന്യായപ്രമാണം 13-12 വയസ്സിന് മുമ്പേ കാണാതെ പഠിച്ചിരിക്കണമെന്നാണ്. കാരണം പ്രമാണം കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ്. അപ്പൊ എസ്തേർ പഠിച്ചു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മൊർദെഖായി ഒരു ദൈവകൃപയുള്ള ഒരു വ്യക്തിയായിരുന്നു. നോക്കിയേ, ആ കുലത്തിലുള്ള ശൗലിന്റെ കുലത്തിന് കീശിന്റെ കുലത്തിന് കിട്ടിയതാ. ആ കുലം കളഞ്ഞപ്പോൾ അതേ കുലത്തിലുള്ള മറ്റൊരു സംഭവം ആഗാഗിനെ ഇവിടെ കൊണ്ടു ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇവർ തീരുമാനിച്ചു, ഇവർക്കറിയാം എസ്തേറിനോട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പം നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷ വേറെ എവിടുന്നേലും വരും, നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. എന്ന് വെച്ചാൽ നീ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ ശൗലിന്റെ ഗൃഹം പട്ടുപോയതുപോലെ, നമ്മുടെ വല്യപ്പന്റെ ഗൃഹം, നമ്മുടെ വല്യപ്പന്റെ ചേട്ടനോ അനിയനോ ആ ഗൃഹം പട്ടുപോയതുപോലെ നിന്റെ ഗൃഹം പട്ടുപോകാൻ നീ അനുവദിക്കൽ. ഇപ്പം നീ മിണ്ടാതിരിക്കല്. നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുക. അടുത്തത്, അമാലേക്കിന്റെ ഓർമ്മയെ ഞാൻ ഭൂമിയിൽ നിന്ന് അശേഷം മായ്ച്ചു കളയണം എന്ന് ദൈവത്തിന്റെ പ്രമാണമായിരുന്നു. അമാലേക്കിന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് അശേഷം മായ്ച്ചു കളയണം, തുടച്ചു കളയണം എന്നുള്ള ദൈവത്തിന്റെ പ്രമാണമായിരുന്നു. എസ്തേറും മൊർദെഖായിക്കും കൂടെ ചരിത്രങ്ങളും ജീനിയോളജിയും പ്രമാണങ്ങളും അറിയാം. കാരണം യഹൂദന്റെ പെൺകുഞ്ഞുങ്ങൾ 12ാം വയസ്സിന് മുമ്പേ ന്യായപ്രമാണം പഠിച്ചിരിക്കണം. അതിന് വിളിക്കുന്ന പേരാണ് ബത്ത് മിസ്വ. ആൺകുഞ്ഞുങ്ങൾ 13ാം വയസ്സിന് മുമ്പേ ന്യായപ്രമാണം പഠിച്ചിരിക്കണം. അതിന് വിളിക്കുന്ന പേരാണ് ബർ മിസ്വ. പഠിച്ചിരിക്കണം. ജീനിയോളജി കാണാതെ അറിഞ്ഞിരിക്കണം, എങ്കിലേ കല്യാണം നടക്കത്തുള്ളൂ. പെൺകുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ ജീനിയോളജി അറിഞ്ഞിരിക്കണമെന്ന യഹൂദന്റെ ചരിത്രം. ജീനിയോളജി എന്ന് വെച്ചാൽ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുടുംബത്തിന്റെ ജീനിയോളജി അറിഞ്ഞിരിക്കണം. ഇപ്പം ഇതൊക്കെ യഹൂദന്റെ കൾച്ചറിൽ പറയുന്നത്. ഇപ്പം എസ്തേറിന്റെ ചരിത്രത്തിൽ ഇവർക്ക് ന്യായപ്രമാണങ്ങൾ മൊത്തം അറിഞ്ഞിരിക്കണം. എസ്തേർ തീരുമാനിച്ചു, ഞങ്ങള് ഇപ്പം മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, ഇവിടം കൊണ്ട് അമാലേക്കിനെ തുടച്ചു കളയണം. പറഞ്ഞു, പൂരീം ഫീസ്റ്റ് വന്നല്ലോ, ഇന്ന് തന്നെയല്ല നാളെയും കൂടെ വേണം.
ഹാമാന്റെ 10 പുത്രന്മാരെ തൂക്കിക്കളഞ്ഞുള്ളൂ. ഹാമാന്റെ പുത്രസമ്പത്ത് കൊണ്ടാണ് അവന് സ്ഥാനക്കയറ്റം കിട്ടിയെന്ന് സാമാൻ തന്നെ പറയുന്നുണ്ട്. ഹാമാന് ഏകദേശം 20-ലധികം പുത്രന്മാരുണ്ടെന്നാ. ഒരു കൂട്ടം എണ്ണത്തെ ഒന്നാം ഫീസ്റ്റിന് അന്ന് തൂക്കിക്കളഞ്ഞു. അടുത്ത കൂട്ടം എണ്ണത്തെ 2-ാമത്തെ ദിവസം തുടച്ചു കളഞ്ഞു ഫിന്നി പാസ്റ്ററെ. അതുകൊണ്ടാ ഈ ഫീസ്റ്റ് 2 ദിവസം വന്നത്. പക്ഷേ ഈ ജീനിയോളജിയും ഈ വിഷയങ്ങളും കാരണം ചരിത്രങ്ങൾ അറിയാവുന്നത് കൊണ്ട് യഹൂദൻ ഇത് അവിടം തൊട്ട് അമാലേക്കിനെ തുടച്ചു കളഞ്ഞു. 950 വർഷത്തിന് പുറകെ ദൈവം പറഞ്ഞൊരു പ്രമാണമാണ്. 950 വർഷത്തിന് പുറകെ അത്രയും വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ കിടന്ന് കഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനകത്തൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ദൈവം ഒരു കാര്യത്തെ നീക്കിക്കളയാൻ പറഞ്ഞ. ഇനി വേറൊരു സന്തോഷകരമായ കാര്യമുണ്ട്. കാര്യം ഈ ബെന്യാമീൻ ഗോത്രത്തിലുള്ള കടിച്ചു കീറുന്ന ചെന്നായാകുന്ന ബെന്യാമീൻ ഗോത്രത്തിലുള്ള ഒരു ശൗലിനെയാ ദൈവം പൗലോസാക്കിയത്. അല്ലേ പാസ്റ്ററെ? പാസ്റ്റർ അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഒരു ബെന്യാമീൻ ഗോത്രത്തിലുള്ള ഒരു ശൗലായിരുന്നു. പണ്ടൊരു ശൗലിന് നിയോഗം കൊടുത്തതാ അമാലേക്കിനെ തുടച്ചു കളയാൻ. ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇവിടെയും കാണാം ബെന്യാമീൻ ഗോത്രത്തിലെ മറ്റൊരു ശൗൽ. ആ ശൗലിനെ ദമസ്കോസിൽ വെച്ച് പടിവാതിക്ക് വെച്ച് പൗലോസാക്കി, അല്ലെങ്കിൽ അവിടുന്ന് മാറ്റി, തൻ്റെ പേര് മാറ്റി. അവിടെ തൊട്ടല്ല, പക്ഷെ പിന്നീടുള്ള ചരിത്രങ്ങളിൽ കൂടെ പറഞ്ഞാട്ടെ പാസ്റ്ററെ. ശരിക്കുമേ ഈ ശൗൽ എന്നുള്ള പേര് ബെന്യാമിൻ ഗോത്രക്കാർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള പേരായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഹീറോയാണ് ശൗൽ. ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ള ആദ്യത്തെ രാജാവ്, അവരുടെ ഹീറോയായി ശരിക്കും ശൗൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബെഞ്ചമിൻ ഗോത്രത്തിൽ ഒത്തിരി ആളുകൾക്ക് ശൗൽ എന്ന പേര് ഇടുമായിരുന്നു. അത് നിശ്ചയമായിട്ടുണ്ടല്ലോ വസ്ത്ര ഈ പറഞ്ഞ ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ഒരു അഭിമാനത്തിൻ്റെ കാരണം. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് എടുത്തു പറയുന്നത് ഞാൻ ബെഞ്ചമിൻ ഗോത്രക്കാരനാണ് എന്നൊക്കെ എടുത്തു പറയുന്നത്. ബെഞ്ചമിൻ ഒരു ചെറിയ ഗോത്രമാണെങ്കിൽ ഇസ്രായേലിലെ 1-ാമത്തെ രാജാവാകുന്ന ശൗലിൻ്റെ അഭിഷേകം വീണതല്ലേ? അതെ, ശൗലിൻ്റെ ഗോത്രമാണ്. പാസ്റ്റർ, ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞു വരുന്ന സബ്ജക്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ മാർച്ച് മാസം 2ഉം 3ഉം പൂരീം ഫെസ്റ്റിവൽ അവർ ആഘോഷിക്കുന്നു യഹൂദന്മാർ. ആ ആഘോഷിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇതൊരു കോയിൻസിഡൻസ് പോലെ ഒന്നുമല്ല, ഇതവർ പ്ലാൻ ചെയ്യുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കോസ്, അവരെന്തിനു വേണ്ടി ഇറങ്ങുന്നുവോ അതിന് ഒരു എനർജി കിട്ടാൻ, പവർ കിട്ടാൻ ഇത്തരം തീയതികൾ തിരഞ്ഞെടുക്കും. എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ സൈന്യത്തെ ഉത്തേജിപ്പിക്കുവാൻ, അവരെ യൂണിറ്റി കൊടുക്കുവാനൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം, അതൊരു മിത്തായിരിക്കാം, ഒരു ലെജൻഡായിരിക്കാം, ഒക്കെ ഉപയോഗിക്കും. ഇപ്പം ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയുകയാണ് നാളെ പൂരിയുമാണ്, മറ്റന്നാൾ പൂരിയുമാണ്. അന്ന് എസ്തേറിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പോരാടാൻ പോകുന്നു. അപ്പോൾ ആ രാജ്യത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും അവരൊരു ഡിവൈൻ മിഷൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. എസ്തേറിൻ്റെ കാലത്തെ ചരിത്രം ആവർത്തിക്കുന്നത് പോലെ ഈ 21-ാം നൂറ്റാണ്ടിൽ അവരൊരു ഡിവൈൻ മിഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിപ്പം ഈ യുദ്ധത്തിന് പട്ടാളക്കാരെ പറഞ്ഞു വിടുമ്പോഴേ ചുമ്മാ അത് മോട്ടിവേഷൻ ഒന്നും ഇല്ലാതെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവരും എന്തിനാടാ ഞാൻ പോയി ചാകുന്നത്, എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും വേണ്ടി ഞാനല്ലാതെ വേറെ വല്ലവരുണ്ടോ? ഈ ചാകാൻ യുദ്ധത്തിന് പറഞ്ഞു വിടുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില സംഗതികളുണ്ട്. അത് ഓരോ രാജ്യത്തിനുമുണ്ട്. ഈ വെസ്റ്റേൺ കൺട്രീസ്, അമേരിക്ക, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ലെജൻഡ്സ്, കഥകൾ അവർക്കില്ല. രാജ്യത്തിന് വേണ്ടി ചാകാൻ വേണ്ടി അവർ പിന്നെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നാഷണലിസമാണ്. എൻ്റെ രാജ്യം. ഇന്ത്യയിലാണെങ്കിൽ അത് റിലീജിയനാണ്. ഇത് ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഇന്ത്യയിലെ മിക്കവാറും പട്ടാളക്കാരുടെ ബറ്റാലിയൻസിൻ്റെയൊക്കെ വാർ ക്രൈ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ദേവതയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിസ്റ്റുണ്ട് കേട്ടോ. നമ്മുടെ ഓരോ മിലിറ്ററി വിഭാഗത്തിൻ്റെ വാർ ക്രൈ ഏത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊരു ലിസ്റ്റുണ്ട്. അപ്പോൾ അങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഇവർ യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ ഇന്ത്യക്കാരങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നത്. ആ ഒരു ദൈവത്തിൻ്റെ പേര് വിളിച്ചു പോകുമ്പോൾ അവർക്ക് തോന്നും ഞങ്ങൾ ഈ ദൈവത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അതുപോലെ ഇസ്രായേലിൻ്റെ ഒരു വലിയ പരിപാടിയാണ് അവർ ഇതുപോലുള്ള ഡേറ്റ്സ് തിരഞ്ഞെടുക്കുന്നത്, അവരുടെ സൈന്യത്തെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ. അപ്പോൾ അവർക്ക് തന്നെ തോന്നും 21-ാം നൂറ്റാണ്ടിലെ എസ്തേറും മൊർദെഖായും ഒക്കെയാണ് അവരെന്ന് തോന്നും.
ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നാളെ ആരെങ്കിലും മൊർദെഖായി എന്ന് വിളിച്ചാൽ അത്ഭുതപ്പെടേണ്ട. ഇവിടെ ഞാൻ പാസ്റ്ററെ ശ്രദ്ധിച്ചൊരു കാര്യം, യെസ് പാസ്റ്റർ, ഈ ഹാമാന്റെ ആഗ്രഹം ഇസ്രായേലിനെ തുടച്ചു മാറ്റണം എന്നായിരുന്നു. അതെ, ഈ ജനതയെ തുടച്ചു മാറ്റണം. എനിക്കടുത്തുള്ള പ്രേക്ഷകരിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് 2005, 2006 വർഷങ്ങളിൽ നമ്മൾ കേട്ടൊരു വാർത്തയാണ്. അന്ന് ഇറാൻ്റെ ഒരു പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നയമായിട്ട് പ്രസ്താവിച്ചു, ഭൂമിയുടെ മുഖത്ത് നിന്ന് ഇസ്രായേലിനെ മാപ്പിൽ നിന്ന് ഞങ്ങൾ തുടച്ചു മാറ്റുന്നു. 2005-2006 അതെ. പക്ഷേ ഞാനൊരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. അതെ, പക്ഷേ ഈ വിഷയം, ഈ ഇസ്രയേലിനെ തുടച്ചു കളയണമെന്നുള്ളത് ഇന്നലെ ഇന്നും തുടങ്ങുന്ന ഒന്നുമല്ല. ഇവൻ 1967 യുദ്ധം, 73 യുദ്ധം, 73 ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അബ്ദുൽ നാസർ പറഞ്ഞത് വിത്തിൻ 48 hours വി വിൽ വൈപ്പ് ഔട്ട് ദ ഇസ്രയേൽ ഫ്രം ദി ഫേസ് ഓഫ് ദി എർത്ത് എന്നാണ്. എവിടം തൊട്ട് എവിടെ വരെ. ഇപ്പം 2023 ഹമാസുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പം നമ്മുടെ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും എല്ലാം യൂണിവേഴ്സിറ്റിയിൽ മുഴങ്ങിക്കേട്ട ഒരു വേർഡ് ഇങ്ങനെ, ഫ്രീ പാലസ്തൈൻ, റിവർ ടു സീ, ഫ്രീ പാലസ്തൈൻ. ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് കേട്ടു. എന്തുവാ ഫ്രീ പാലസ്തൈൻ, റിവർ ടു സീ എന്നുള്ള ആ റിവർ ടു സീ, ഫ്രീ പാലസ്തൈൻ എന്നുള്ളതിൻ്റെ വേർഡിൻ്റെ അവർ പറയുക ജോർഡൻ റിവർ തൊട്ട് മെഡിറ്ററേനിയൻ സീ വരെ യഹൂദിനെ വാഷ്ഡ് ഔട്ട് ചെയ്യുക. അതാ ഫ്രീ പാലസ്തൈൻ എന്ന് പറഞ്ഞാൽ. അത് ഇവരുടെ ഒരു സ്ലോഗനാണ്. ഇന്നോ ഇന്നലെ അല്ല. നമ്മൾ ആസാദിച്ചാലിന് അത് ഒരു കാര്യം ചെയ്തപ്പോൾ നമ്മൾ പാസ്റ്റർ 83 സങ്കീർത്തനത്തിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു. 83 ഇതൊരു ഇറ്റേണൽ വൈരാഗ്യ പാസ്റ്ററെ. പക്ഷെ അതൊരു ഇത് ഞാൻ ചിന്തിച്ചതെന്താ പാസ്റ്ററെ, 2005-2006 അന്നത്തെ ഈ പറഞ്ഞ ഇറാൻ്റെ പ്രസിഡന്റ് ഭയങ്കര തീവ്രവാദ ആശയങ്ങളുള്ള പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞു ഭൂമിയുടെ മുഖത്ത് നിന്ന് മാപ്പിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു മാറ്റും. അപ്പോൾ ഈ മൊർദെഖായിയുടെ ഒരു ചരിത്രം പുനരാവർത്തിക്കുന്നത് പോലെ ഇപ്പം നമ്മൾ കാണുന്നുണ്ടോ? ഇപ്പം നമ്മൾ കാണുന്നത് കറക്റ്റ് പൂരീമിൻ്റെ ഫെസ്റ്റിവൽ നാളെയും മറ്റന്നാളും നടക്കാനിരിക്കുമ്പോൾ നമ്മളിത് 2 ദിവസം കൊണ്ട് ചർച്ച ചെയ്യുന്നു മാസ്റ്റർ. നമ്മൾ 2 പേരും കൂടെ ഇത് സംസാരിച്ചു. പൂരീം ഫെസ്റ്റിവലിനെ കുറിച്ച് നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം. ഇന്നലെ അത് റെക്കോർഡ് ചെയ്യാൻ ഇരുന്നതാണ്. പക്ഷേ ഇന്നലെ എനിക്ക് വന്ന മറ്റൊരു ഗസ്റ്റിൻ്റെ റെക്കോർഡിംഗ് ഒത്തിരി നീണ്ടുപോയതുകൊണ്ട് ഞാൻ റോയ് പാസ്റ്ററെ വിളിച്ചിട്ടുണ്ട്. പാസ്റ്റർ ഇന്നിനിയും പറ്റത്തില്ല. അതിനുശേഷം പാസ്റ്റർക്ക് മീറ്റിംഗ്, അല്ലെങ്കിൽ ഈ ശനിയാഴ്ച തന്നെ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കാര്യം പറയാനിരുന്നത്. അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ആളുകൾ പറയാനിരുന്നത് പ്രോഫറ്റിക് ആണെന്ന്. പക്ഷേ ഇപ്പം പണ്ടാരണ്ട് പറഞ്ഞ പോലെ ആറിയ കഞ്ഞി പഴുകഞ്ഞി എന്ന് പറഞ്ഞ പോലെ ഇന്നലെ പറയേണ്ട കാര്യം നമുക്ക് തടസ്സം നേരിട്ട് ഇന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും ഇതെല്ലാം സംഭവിച്ചതുകൊണ്ട് ഇവന്മാർ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ പറയുകയാണെന്നുള്ളത്. നമുക്കറിയാം അതിൻ്റെ വാസ്തവം. പിന്നെ രസകരമായ സംഗതി, മിനിഞ്ഞാന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ, നമ്മൾ ഇസ്രായേലിലെ ചരിത്രം പറഞ്ഞപ്പോൾ റോയ് പാസ്റ്റർ പറഞ്ഞു ഞാനത് റെക്കോർഡ് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞല്ലേ. പാസ്റ്റർ പറഞ്ഞ ഇസ്രായേലിന്റെ ചരിത്രങ്ങൾ, പ്രത്യേകിച്ച് ബൈബിൾ എഴുതതിന്റെ ചരിത്രങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തു. പാസ്റ്റർ മുഴുവൻ റെക്കോർഡ് ചെയ്തെടുക്കാനൊക്കെ ഇടിയെത്തുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറയുന്നൊരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും യാദൃച്ഛിക സംഭവങ്ങളല്ല. പുരീം ഡേറ്റ് വെച്ച് തന്നെ ഇസ്രായേൽ അവരുടെ ശക്തി തെളിയിക്കുകയാണ്. ഇവിടെ നാളെ ലോകത്തിൽ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ് മാസ്റ്ററെ. കാരണം ഇപ്പം നമ്മൾ കാണുന്നൊരു കാഴ്ച, ഈ ഇറാൻ തന്നെ മറ്റ് അറേബ്യൻ ഗൾഫ് രാഷ്ട്രങ്ങളെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് എന്താ അങ്ങനെ സംഭവിക്കുന്നത്? എനിക്കത് വിചിത്രമായിട്ട് തോന്നി കേട്ടോ. കാരണം ശരിക്കും ഇറാന് സപ്പോർട്ട് കിട്ടേണ്ടത് ആ രാജ്യങ്ങളിൽ നിന്നാണ്. അവർക്ക് നേരെ മിസൈൽ അയച്ചാൽ അവരുടെ സപ്പോർട്ട് കിട്ടുമോ? ഇല്ല. പക്ഷെ ഇവർ രണ്ടും ഷിയ സുന്നി. അതാ പാസ്റ്റർ, ഞാനത് പറഞ്ഞില്ല. ഈ സത്യത്തിൽ അയത്തുള്ള ഖൊമേനി എന്ന് പറഞ്ഞാൽ ഈ ആഗോള മുസ്ലിങ്ങളുടെ നേതാവല്ല. അയത്തുള്ള ഖൊമേനി ഷിയ വിഭാഗത്തിന്റെ നേതാവാണ്. അതെ. പിന്നെ സുന്നി വിഭാഗത്തിന്റെ നേതാക്കന്മാരായിട്ട് ഗ്രാൻഡ് മുഫ്തികളും ഒക്കെ ഉണ്ട്. അവരുടെ സിസ്റ്റം വേറെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ചെറിയ വ്യത്യാസമൊന്നുമില്ല. ഇവർ ബദ്ധ ശത്രുക്കളാണ്. മുസ്ലിം ഐഡിയോളജി, മുസ്ലിം തിയോളജിയിൽ ഇവർ 2 എതിർപക്ഷത്താണ്. ഈ ഷിയകളുടെ ഏറ്റവും വലിയൊരു ഉത്സവങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ മൊഹറം എന്ന് പറയുന്നത്. മൊഹറം മറ്റൊരു ഭാഷയിൽ അല്ലെങ്കിൽ മറ്റൊരു കഥയിൽ സുന്നികൾ ആചരിക്കുന്നുണ്ട്. പക്ഷേ ഷിയാകൾ ആചരിക്കുന്നത് അലിയുടെ രക്തസാക്ഷിത്വമാണ്. അപ്പോൾ അലിയെ ഫോളോ ചെയ്യുന്നവരാണ് ശരിക്കും ഈ ഷിയാകൾ. അപ്പോൾ അലിയെ കൊന്നതാരാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്കിപ്പം പ്രഥമ ദൃഷ്ടിയാ നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഓർക്കും എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ബഹ്റൈനിനും കുവൈറ്റിനും ഒക്കെ ഇട്ട് സൗദിക്കും ഒക്കെ ഇട്ട് ഈ പറഞ്ഞ ഇറാൻ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊന്നിച്ചിരിക്കേണ്ടവരില്ലേ? പക്ഷേ ഇതൊന്നും അറിയാതെ
പിന്നെ പൊതുവിൽ ഈ ഖൊമേനിയുടെ മരണത്തിൽ സങ്കടപ്പെടുന്ന ഒത്തിരി പേർ അദ്ദേഹത്തെ പിന്നെ കൊന്നതിൽ ഉള്ള വിഷമം ആഗോള വ്യാപകമായി പിന്നെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ മുസ്ലിമോ ഒന്നുമില്ല, കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ അല്ലേ, ഇവർക്കൊക്കെ ചിലപ്പം പ്രത്യേകിച്ചും ഇങ്ങനെ ആധുനികമാകുന്ന ആശയങ്ങൾ, എത്തിക്സ്, നമുക്കിപ്പോൾ മോഡേൺ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ എത്തിക്സ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ വയലൻസിനെയും എതിർക്കുന്നു. അതെ, അത് ഇറാൻ്റെ പക്ഷത്തു നിന്നുണ്ടാകുന്നതിനെ കണ്ണടച്ചുകൊണ്ട് ഇസ്രായേലിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേലിൻ്റെ പക്ഷത്തും വയലൻസ് ഉണ്ടാകുന്നു, ഇറാൻ്റെ പക്ഷത്തും വയലൻസ് ഉണ്ടാകുന്നു. കാരണം ഇത് രണ്ട് കൈകൂട്ടി അടിക്കാതെ ശബ്ദം കേൾക്കത്തില്ലല്ലോ. അപ്പോൾ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 2005 ഭീഷണിപ്പെടുത്തുകയാണ്, ഇസ്രായേലിനെ തുടച്ചു മാറ്റുന്നു. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് ഇസ്രായേൽ മിണ്ടാതിരിക്കുന്ന ഒരു ജനതയല്ല, അത് അവരുടെ ചരിത്രം. കാരണം അവരുടെ പവർ എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ തുടക്കത്തിലൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കേട്ടോ, ലാൻഡും ടെമ്പിളും അല്ല ഇന്ന് അവരുടെ യൂണിറ്റിംഗ് ഫാക്ടർ. ലാൻഡും ടെമ്പിളും അല്ല അവരെ യുണൈറ്റ് ചെയ്യുന്ന ഫാക്ടർ. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് 3-4 പുസ്തകങ്ങൾ എഴുതാനുള്ള ടോപ്പിക് എഴുതി വെച്ചു കേട്ടോ. അതിനകത്തൊന്നാണ് ഇസ്രായേലിൻ്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എനിക്കറിയത്തില്ല ലോകത്തിൽ ആരെങ്കിലും അങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടോ. ലോകത്തിൽ എല്ലാവരുടെയും ചിന്ത ഇസ്രായേൽ ഭയങ്കര യുണൈറ്റഡ് നേഷനാണെന്ന്. പക്ഷേ ഇസ്രായേലിൻ്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി പഠിക്കണം. ഇസ്രായേലിൻ്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്താ? ഇസ്രായേലിനെ കൂട്ടി കണക്കുന്ന ഒറ്റയൊരു ഘടകമേ ഉള്ളൂ, അത് കവനൻ്റാണ്. ഞങ്ങൾക്ക് ഒരു ഉടമ്പടി ദൈവത്തോടുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറയാം ഫസ്റ്റ്, എൻ്റെ പുസ്തകത്തിൻ്റെ മുഴുവൻ സീക്രട്ടും കൂടി വിടാൻ പറ്റത്തില്ല, സിമ്പിളായിട്ട് പറയാം. ഈ പിന്നെ മിസ്രൈം വിട്ട് വന്ന ഇസ്രായേൽ ജനത പാലസ്തീനിലെത്തിക്കഴിഞ്ഞപ്പോൾ, കനാനിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം 12 ഗോത്രവും 12 വഴിക്കായിരുന്നു. എന്തെങ്കിലും സഹകരണം ഉണ്ടായിരുന്നു? ഇല്ല. ഫസ്റ്റ് മുമ്പേ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ചരിത്രം പറഞ്ഞു. അവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാം, ഒരു ഗോത്രത്തെ ഏതെങ്കിലും ഈ പറഞ്ഞ അമാലിയക്കരോ അമോര്യരോ കിഴക്കൻ രാജാക്കന്മാരോ ആക്രമിക്കാൻ വന്ന മറ്റന്മാരെല്ലാം ഒരു സൈഡിൽ ഇരിക്കത്തേ ഉള്ളൂ. അതെ, ഒരു പർട്ടിക്കുലർ ഗോത്രത്തിൽ നിന്ന് ഒരു ന്യായാധിപൻ എഴുന്നേൽക്കുന്ന അവരെ രക്ഷിക്കുന്നു. അതെ, 400 വർഷം ഇവരെ ഒന്നും യുണൈറ്റഡ് അല്ലായിരുന്നു. എന്താ കാരണം? പീപ്പിൾ ഓഫ് ഗോഡ് അല്ലേ, ദൈവത്തിന്റെ ജനമാക്കി പുറത്തു കൊണ്ടുവന്നവരല്ലേ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇസ്രായേലിന്റെ 12 ഗോത്രവും ശരിക്കും 12 രാജ്യമായി പോകേണ്ടതാണ്. ഇസ്രായേലിന്റെ 12 ഗോത്രവും 12 രാജ്യമായി പോകേണ്ടത്, 12 സ്വഭാവമാണ്. ഇടയ്ക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെയുണ്ട്, ബാക്കി എല്ലാ ഗോത്രം കൊണ്ട് ബെഞ്ചമിൻ ഗോത്രത്തെ തുടച്ചു നിൽക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഇനി ഗിദെയോൻ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ എഫ്രീം ഗോത്രക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ എന്താ വിളിക്കേണ്ടത്? അപ്പൊ ഈ പറഞ്ഞ ഒരു യൂണിറ്റിയും ഇല്ലാത്ത 12 ഗോത്രങ്ങൾ, 12 സ്വഭാവക്കാര്, പാരമ്പര്യങ്ങളുണ്ട് കേട്ടോ. യാക്കോബിൻ്റെതാണ് മക്കളെങ്കിലും ഒരാൾ പറയും ഞാൻ ബിൽഹയുടേതാണ്, ലേയുടേതാണ്. അതിനകത്തൊക്കെ ആഭ്യന്തര കലഹങ്ങളുണ്ട്. അതെ അതെ. ദാൻ ഗോത്രത്തെ ഏറ്റവും പുറകെ കൊണ്ട് നിർത്താൻ കാരണം അവൻ ബിൽഹയുടെ മകനായോണ്ട്. ഒരുതരം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഇസ്രായേലിന്റെ അകത്തെ, നമ്മുടെ ഭാഷയിൽ അൺടച്ചബിൾ ആയിട്ടുള്ളൊരു ഗോത്രമാണ് ദാൻ ഗോത്രം. അങ്ങനെ അവരെ അൺടച്ചബിൾ ആക്കിയതല്ല, എല്ലാ സമയത്തും അവസാനം വിലയിടുന്നത് ദാനിനായിരുന്നു. കാരണം ദാൻ ശപിക്കപ്പെട്ടതാണെന്നൊരു ചിന്ത. വഴിയിലൊരു സർപ്പമാണല്ലേ എന്നാ പ്രവചനം. അപ്പൊ പ്രവചനം പോലും മോശപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഒത്തിരി ഇതിനകത്തെ സ്റ്റോറീസ് ഉണ്ട് പാസ്റ്ററെ. അപ്പൊ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത എന്താ ഒരു കാര്യം എന്നറിയാം, ഈ ആഫ്റ്റർ ദ എക്സൈൽ പീപ്പിൾ, ഈ എക്സൈൽ പീരീഡ്, ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഇവരെ യുണൈറ്റ് ചെയ്തത് ലാൻഡോ ടെമ്പിളോ ഒന്നുമല്ല. ഇവരെ യുണൈറ്റ് ചെയ്തത് അവർക്കൊരു ബോധ്യമാണ്, ഞങ്ങൾ ദൈവജനമാണ്, ഞങ്ങൾക്കൊരു കവനന്റ് ഉണ്ട് എന്നൊരു ബോധ്യം. അതാണ് ഈ ഫരീഷ്യൻ പ്രസ്ഥാനമൊക്കെ അത്ര സ്ട്രോങ് ആകാൻ കാരണം. അവർ കവനന്റിലേക്ക് തിരിച്ചു വരിക, അവർ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു വരിക. ന്യായപ്രമാണമാണ് ഇവിടെ വിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്, വ്യതിചലിക്കൽ എന്നുള്ളൊരു ചിന്ത ഇവരിലേക്ക് വരിക. ഇന്ന് അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കഴിഞ്ഞ 12,000 വർഷം അവർക്ക് ലാൻഡ് ഉണ്ടായിരുന്നു. 1940-കളിൽ ഈ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് എവിടെ ലാൻഡ്? പിന്നെ ഇവരെ പിടിച്ച് ഒന്നിച്ചു നിർത്തി എന്താണെന്നറിയാം, ഒന്നിച്ചു നിർത്തിയത് ഈ ഒരു സംഭവമാണ്, അവരുടെ ചരിത്രം. അവരുടെ ഭൂമിശാസ്ത്രമല്ല, അവരുടെ ചരിത്രം, അവരുടെ കവനന്റ്, അവരുടെ എസ്കറ്റോളജിക്കൽ ഫെയ്ത്ത്. അവരുടെ എസ്കറ്റോളജിക്കൽ ഫെയ്ത്ത് എന്താ? ഞാൻ ഈ പറഞ്ഞ പോലെ ബാബിലോൺ പ്രവാസത്തിന് ശേഷം രൂപപ്പെട്ടതാണ്. അവരുടെ എസ്കറ്റോളജിക്കൽ ഫെയ്ത്ത്, ഒരു മശിഹ വരും, ഞങ്ങളുടെ രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെടും. ഇന്ന് പാസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേൽ ഇന്നും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഈ എസ്കറ്റോളജിക്കൽ ഒരു പ്ലാൻ ഉണ്ടല്ലോ, വേദോസത്തിൽ വെളിപ്പെടുന്ന ഒരു പ്ലാന്.
ആ ഡയഗ്രാം നോക്കി അവർ മൂവ് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ചലനങ്ങൾക്ക് അവരുപയോഗിക്കുന്ന മാപ്പ്, ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് അവരുപയോഗിക്കുന്ന മാപ്പ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഈ പണ്ടത്തെ കാലത്തൊക്കെ യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു വാർ റൂം സീനൊക്കെ ഉണ്ടാവും. ഒരു മേശപ്പുറത്ത് ഇങ്ങനെ മാപ്പ് നിരത്തിയിട്ടിരിക്കുന്നു. മിലിറ്ററി കമാൻഡേഴ്സും രാജ്യത്തിന്റെ പ്രസിഡന്റും ഒക്കെ അതിലോട്ട് നോക്കി നിന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ശരിയല്ലേ? ഇന്ന് ഞാൻ കാണുന്ന ഒരു മാപ്പ്, യഹൂദന്റെ മേശപ്പുറത്ത് നിരത്തിയിട്ടിരിക്കുന്ന മാപ്പ് ഒരു പൊളിറ്റിക്കൽ മാപ്പല്ല, അതൊരു ബിബ്ലിക്കൽ എസ്കറ്റോളജിക്കൽ മാപ്പാ. അതിന്റെ റൂട്ട് അനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവര് ഈ പറഞ്ഞതുപോലെ ഡേറ്റ് ഒപ്പിച്ചും സമയം ഒപ്പിച്ചും ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ രഹസ്യം അതാണ്. അത് ലോക മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. അത് ബിബ്ലിക്കൽ പ്രോഫസിയുടെ ഒരു ശക്തിയാണ്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞതാ കേട്ടോ പാസ്റ്റർ. അതെ പക്ഷേ അത് വളരെ കറക്റ്റാണ്. ഈ ഫീസ്റ്റുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴേ, ഈ ഫീസ്റ്റുകളെ കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ 4 വേർഡ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ദ ലോർഡ്. 2 പറഞ്ഞേക്കുന്ന വേർഡ് ഇറ്റ് ഹാസ് എ അപ്പോയിന്റഡ് ടൈം. 3-ാമത്തെ വേർഡ് വെൻ യു സെലിബ്രേറ്റ് I will come among you. ഞാൻ നിന്റെ മധ്യ ഇറങ്ങി വരും. യു ഹാവ് ടു സെലിബ്രേറ്റ് വിത്ത് മീ. നീ എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണം. 4-ാമത്തെ വേർഡ് ഇതൊരു റിഹേഴ്സൽ എന്നാണ്. മിക്ര എന്നുള്ള റൂട്ടിൽ വേർഡിൽ നിന്ന് വന്ന് റിഹേഴ്സൽ എന്ന്. പക്ഷേ യഹൂദൻ്റെ ഇത് യഹൂദൻ്റെ ഫീസ്റ്റ് അല്ല. പൂരീം ഫീസ്റ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. 7 ഫീസ്റ്റ് അത് യഹൂദൻ്റെ ഫീസ്റ്റല്ല. ഇറ്റ് ഇസ് എ ഫീസ്റ്റ് ഓഫ് ദ ലോർഡ് എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫീസ്റ്റ് ഓഫ് ദ ലോർഡ് എന്ന് ദൈവത്തിൻ്റെ ഉത്സവമാണ്. നീ ഇത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിന്റെ മധ്യ ഇറങ്ങി വരും. ഈ ഫീസ്റ്റുകളുടെ അന്നായിരിക്കും പാസ്റ്റർ ഇവരുടെ പല ഇൻസിഡൻറ്റുകളും, മേജർ ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഇവ ലാസ്റ്റിൽ 2023 ഒക്ടോബർ 7 സംഭവങ്ങളും ഫീസ്റ്റുമായിട്ട് അനുബന്ധിച്ച ഓരോ യുദ്ധങ്ങൾ നോക്കുമ്പോഴും ഫീസ്റ്റുകളുമായിട്ട് അനുബന്ധിച്ച. കാരണം അതിനകത്ത് വലിയൊരു ആത്മീയ മർമ്മവും കൂടെ ഉണ്ട്. കാരണം തക്ക സമയമാകുമ്പോൾ ദൈവം ചിലത് വെളിപ്പെടുത്തി കൊടുക്കും. കാരണം ദൈവം ഇറങ്ങി വന്നാൽ അവരുടെ എതിരെയുള്ള എനിമിയെ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്ന പുതിയ നിയമത്തിലുള്ളവർക്ക് നമുക്കൊരു മനുഷ്യരോടല്ല പ്രശ്നം, നമുക്കൊരു മനുഷ്യരോടും പ്രശ്നമില്ല. പക്ഷെ ആത്മമണ്ഡലത്തിലുള്ള അന്ധകാര ശക്തികളോടും സാത്താന്യ ശക്തികളോടും മാത്രമുള്ളൂ നമുക്ക് പോരാട്ടം. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യഹൂദൻ ഇന്നും അങ്ങനല്ല. യഹൂദൻ്റെ പിമ്പിൽ അവനെ ഉപദ്രവിക്കാൻ വരുന്ന ശത്രുവിനെ അവൻ നീക്കിക്കളയും. പക്ഷെ ഇത് അവന് വെളിപ്പെട്ടി കിട്ടുന്നതും അവനെ ഉപദ്രവിക്കാൻ വരുന്നതും എല്ലാം ഫീസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സമയങ്ങളിലാണ്. അപ്പം ഇത് യഹൂദന് ദൈവം ഒരു പക്ഷേ വെളിപ്പെടുത്തി കൊടുത്തായിരിക്കും പാസ്റ്ററെ. ഈ ഫീസ്റ്റുകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ 7 ഫീസ്റ്റ് ഓഫ് പിന്നെ യാഹ്വേ അല്ലെങ്കിൽ ഗോഡ്, ദൈവത്തിന്റെ 7 ഫീസ്റ്റുകൾ ഉൾപ്പെടാത്തതാണ് ഈ പറഞ്ഞ പൂരീം ഫീസ്റ്റ്, പിന്നെ ഹനൂക്ക അല്ലേ, ഹനൂക്ക ഇതൊക്കെ എക്സ്ട്രാ ഫീസ്റ്റാണ്. പക്ഷേ യേശു കർത്താവ് ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തില് ഹനൂക്ക ഫീസ്റ്റിന്റെ അന്ന് യേശു ജെറുസലേം ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഫീസ്റ്റ് എന്ന ലിസ്റ്റിൽ ഇല്ലാത്ത, ന്യായപ്രമാണത്തിൽ ഇല്ലാത്ത ഫീസ്റ്റാണ് ഈ പറഞ്ഞ ഫീസ്റ്റ് എങ്കിലും യേശു അറ്റൻഡ് ചെയ്തത് ഒരു പ്രൂഫാണ്. അതിനെ ദൈവം അംഗീകരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പുരീമിനെയും ഈ പറഞ്ഞ ഹനൂക്കയും ഒക്കെ ദൈവം അംഗീകരിച്ചിട്ടുള്ളതിന്റെ തെളിവാണ് യേശു ആ ഫീസ്റ്റിനെ അറ്റൻഡ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എനിക്ക് 22-ാമത്തെ വാക്യം തോന്നുന്നു, ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ ആണെന്ന് തോന്നുന്നു ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അത് ശരിക്കും ഈ പറഞ്ഞ 7 ഫീസ്റ്റിൽ പെട്ടതല്ല, ഉപ ഉത്സവങ്ങളാണ്, സബ് ഫീസ്റ്റാണ്. അതെ. എന്താണെങ്കിലും ഇത് നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നു, വിചിത്രമായിട്ട് തോന്നുന്നു. ഈ സംഭവങ്ങൾ നടക്കുന്ന ദിവസങ്ങൾ ലോകത്തിൻ്റെ ഭാവി എന്താണെന്ന് വലിയ ആശങ്കയിലാണ്. പുതിയ കാലഘട്ടത്തിലെ എത്തിക്സ്, ക്രിസ്ത്യൻ എത്തിക്സ്, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, നമ്മൾ ക്രിസ്ത്യൻ എത്തിക്സിൽ വിശ്വസിക്കുന്നവരാണ്. ക്രിസ്ത്യൻ എത്തിക്സ് അനുസരിച്ച് നമ്മൾ യുദ്ധങ്ങളെ എതിർക്കുന്നു. അതിനിയും ഇസ്രായേൽ ചെയ്തത് ശരിയാണെന്ന് പോലും ക്രിസ്ത്യൻസ് പറയാൻ പാടില്ല എന്നതാണ് ഫൗണ്ടേഷൻ, നമ്മുടെ ഫൗണ്ടേഷൻ. യുദ്ധങ്ങളെ നമ്മൾ എതിർക്കുന്നു. അത് ബെഞ്ചമിൻ നെതന്യാഹു രക്തം ചൊരിഞ്ഞാലും ഇറാൻ രക്തം ചൊരിഞ്ഞാലും അത് തെറ്റാണ്. കാരണം എല്ലാ മനുഷ്യർക്കും വേണ്ടി യേശു കർത്താവ് രക്തം ചൊരിഞ്ഞു കഴിഞ്ഞു, ഇനിയും രക്തച്ചൊരിച്ചിൽ ഉണ്ടാകരുത് എന്നതാണ് ക്രിസ്ത്യൻ എത്തിക്സ്. അതുകൊണ്ട് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ അത് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പ്രോഫസീസുമായിട്ടൊക്കെ കണക്റ്റഡ് ആണെങ്കിൽ പോലും അതിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയില്ല. യുദ്ധങ്ങൾ ഉണ്ടാകരുത്, ഉണ്ടാകാതിരിക്കട്ടെ. കുറഞ്ഞത്
കർത്താവിൻ്റെ മടങ്ങി വരവ് വരെ, സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതും വരെ സഭ എന്ന നിലയിൽ വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു പ്രേ, പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് ലോകസമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തിയ പാസ്റ്റർക്കും കൺക്ലൂഡ് ചെയ്യാം. യെസ് പാസ്റ്ററെ, ഇതൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദൈവവചനം പറയുന്ന ചില ആഴമേറിയ സത്യങ്ങളുണ്ട്. എഫെസ്യ ലേഖനത്തിനകത്ത് 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മാംസവും രക്തവും അസ്ഥിയും ഉള്ള ഒരു മനുഷ്യനോടല്ല. പക്ഷെ നമുക്ക് പോരാട്ടമുള്ളത് ഇരുട്ടിൻ്റെ ശക്തികളോട്. അതാണ് സഭയ്ക്ക് പോരാട്ടമുള്ളത്. നമ്മുടെ നാഥൻ നമ്മളെ പഠിപ്പിച്ചത് സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഇവരൊക്കെ സമാധാനത്തിൻ്റെ പ്രിയനായ, സമാധാനത്തിൻ്റെ പുത്രനായ യേശുവിനെ അറിയട്ടെ. അത് ദൈവം അവരുടെ കണ്ണുകളെ തുറക്കട്ടെ. കാരണം യഥാർത്ഥ വചനത്തിൻ്റെ സത്യവും അതിൻ്റെ ബലവും വീര്യവും, വചനം ഭയങ്കര വെളിച്ചമാണ്, വചനം ഭയങ്കര ബ്യൂട്ടിയാണ്, വചനം ഭയങ്കര വെൽത്താണ്. ആ വചനത്തിൽ കൂടെ കിട്ടുന്ന ആ സന്തോഷവും സമാധാനവും ഒക്കെ അത് രുചിച്ചവർക്കേ അറിയത്തുള്ളൂ. അങ്ങനെ രുചിക്കാൻ നമ്മുടെ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ അനേകർക്ക് ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു പാസ്റ്റർ. പ്രേക്ഷകരോട് നന്ദി പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.